ഹലോ, ഗുഡ് ഈവനിങ്. പ്ലസ് ടുവിൻ്റെ ന്യൂ ഇയർ വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ ലൈവിന് നമ്മൾ കൂടി ചേർന്നിരിക്കുകയാണ് മക്കളെ, കൂടി ചേർന്നിരിക്കുകയാണ്. എവിടെ എല്ലാവരും? ഞാൻ നേരത്തെ ഇന്നലെ ചോദിച്ചതുപോലെ എല്ലാവരും ക്രിസ്മസും കഴിഞ്ഞ കരോൾ പാട്ടും പാടി ആ വഴിക്ക് അങ്ങ് പോയോ? ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ മിസ്സിൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മോഡൽ എക്സാം ഇങ്ങ് എത്തി. അതേപോലെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, നമ്മുടെ പബ്ലിക് എക്സാം ഉണ്ട്. അപ്പോൾ എന്താണ്, പഠിച്ചു തുടങ്ങാൻ സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സീരിയസ് ആയിട്ട് എല്ലാവരും ഏറ്റെടുക്കുക. നമുക്ക് പഠിച്ചു തുടങ്ങണം, നല്ല രീതിയിൽ സ്കോർ ചെയ്യണം മാർക്ക്. അപ്പോൾ എവിടെ 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 വരൂ. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അല്ലേ, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും വന്നിട്ട് മാർക്ക് യുവർ അറ്റൻഡൻസ് പ്ലീസ്. ഇവിടെ ഞാൻ നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ കണ്ടിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കട്ടെ. എവിടെ വന്നോളൂ. ആവോ സോണിയ ആവോ, വന്നോളൂ. ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ആണ്. എങ്ങനെയുണ്ട് ഞാൻ ഇട്ടേക്കുന്ന ഫോട്ടോസൊക്കെ? നല്ല വിൻ്റർ ആ ഒരു സമയം കാണിക്കുന്നുണ്ട്. സ്നോ ആണല്ലേ, ഭയങ്കര സ്നോഫോൾ ആണ്. കൂട്ടത്തിൽ നല്ലൊരു പോസ്റ്റ് ബോക്സിൻ്റെ കാണുന്നുണ്ട്. സോ ഇറ്റ് മീൻസ് സംതിങ്. ഇറ്റ്സ് റിലേറ്റഡ്. ദിസ് play or this drama or this one act play is something related to Christmas event. അത് നമുക്ക് മനസ്സിലാകും. ആൻഡ് വാട്ട് എൽസ് നമുക്ക് എന്താണ് മനസ്സിലാകുക? പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ പെട്ടെന്ന് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്താണ്, പോസ്റ്റോ? പിന്നെയാണ് when I read that one act play I understood that എന്ത് മനസ്സിലായി, അതിലൊരു മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ. ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു സെൻഡ് സം ഗിഫ്റ്റ്സ് ടു യുവർ ഡിയർ ആൻഡ് നിയർ വൺസ്, വാട്ട് യു വാണ്ട് ടു ഡു ഇസ് ദാറ്റ് പോസ്റ്റ് ഇറ്റ് ഏർലി. ഈ ഒരു മെസ്സേജ് തന്നെയാണ് ആ ടൈറ്റിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. എന്തെങ്കിലും ക്രിസ്മസ് പ്രമാണിച്ച് നിങ്ങളുടെ ഡിയർ നിയർ വൺസിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ ഗിഫ്റ്റ്സ് ഉണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ തലേ ദിവസം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അതിന് മുന്നേ എല്ലാം സെറ്റ് ചെയ്തോണം, അല്ലെങ്കിൽ ഇതുപോലത്തെ പണി കിട്ടും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. സോ ദാറ്റ്സ് വാട്ട് ദ മെസ്സേജ് ഓഫ് ദ വൺ ആക്ട് പ്ലേയേഴ്സ്. ഓക്കെ, സോ നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, സമയം കളയണ്ട. വന്നിട്ട് വേഗം ഒരു ഹായ് ഒക്കെ പറഞ്ഞേ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വെക്കേഷൻ? അടിച്ചു പൊളിച്ചോ? മാർക്കൊക്കെ കിട്ടിയോ? ആ കാര്യം ഞാൻ മറന്നു പോയി ചോദിക്കാൻ. മാർക്ക് കിട്ടിയോ? എക്സാം നല്ല തകർത്തു എന്ന് എനിക്കറിയാം. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഈസി ആയിരുന്നു എന്ന് ഞാൻ മെസ്സേജ് കണ്ടിരുന്നു. പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ബൂസ്റ്റർ ക്ലാസ്സിലെ, പ്രത്യേകിച്ച് ബൂസ്റ്റർ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു എന്ന്. മാർക്ക് കിട്ടിയോ? ഇംപ്രൂവ്മെൻ്റ് ഉണ്ടോ? അതൊക്കെ എന്നെ ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിച്ചേ, വേഗം അറിയിക്കണം കേട്ടോ. ഓക്കെ, സോ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ഇറ്റ്സ് എ വൺ ആക്ട് പ്ലേ ബൈ R.H. Wood. ഇതെന്ന് പറയുന്നത് എന്താണ്? വൺ ആക്ട് പ്ലേ ആണേ. വൺ ആക്ട് പ്ലേ ബൈ R.H. Wood. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് പോവാം. സോ who all are the characters of this one act play? A young lady assistant ഉണ്ട്, Mr. കാണിച്ചരാം. A young lady assistant who can be considered as the backbone of this one act play. ഈ one act play ഏറ്റവും വൺ ഓഫ് ദ മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് എ യങ് ലേഡി അസിസ്റ്റന്റ് ഹു വർക്ക്സ് ഇൻ ദിസ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ആൻഡ് അവരെന്ന് പറയുന്നത്, ഈ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ പറയുന്ന പോലെ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ടൈപ്പ് ക്യൂട്ട്നെസ് അല്ല അവർക്ക് കാണാൻ പറ്റുക. മെച്ചുവേർഡാണ്, കാമാണ്, വളരെ പീസ്ഫുള്ളായിട്ട് മെച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ പോലും തന്നെ കാമായിട്ട് അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന ആ ഒരു സ്വീറ്റ്നെസ് അല്ലെങ്കിൽ ക്യൂട്ട്നെസ് ആണ് ഈ അസിസ്റ്റൻറ്റിൽ കാണാൻ പറ്റുക. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ യങ് ലേഡി അസിസ്റ്റൻ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ വി ഹാവ് ദിസ്. ക്ലിയർ ആണോ? നമ്മുടെ പേജൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അതും കൂടി ഒന്ന് അറിയിക്കണേ. ഓക്കെ, then we have Mrs. Smith. Mrs. Smith ഈ പോസ്റ്റ് ഓഫീസിൽ വരുന്നതാണ്. then we have Mrs. Jones. again പോസ്റ്റ് ഓഫീസിൽ മിസ്സസ് സ്മിത്തും മിസ്സസ് ജോൺസും കൂടെ കണ്ടുമുട്ടുമ്പോൾ ഉള്ള ചില എന്താണ് കോൺവെർസേഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. then we have a deaf old gentleman. കോമഡി പീസാണ് കേട്ടോ ഈ സാറ്. a deaf old gentleman എന്ന് പറയുന്നത്. then we have a farmer, then a fussy old lady, and then Mrs. Higgins. Mrs. Higgins കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഈ മിസ്സസ് ഹിഗിൻസിൻ്റെ സണ്ണാണ് ആര്? ബേർട്ടി എന്ന് പറയുന്നത്. ബേർട്ടി എന്ന് പറയുന്നത് മിസ്സസ് ഹിഗിൻസിൻ്റെ സണ്ണാണ്. ആൾ കുറച്ച് മിസ്ചീവിയസ് ആണ്, കുറച്ച് ഈ കുസൃതി കൊടുക്ക പോലെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതാണ്. അപ്പോൾ ഈ മിസ്സസ് ഹിഗിൻസ് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് രസമായിട്ട് തോന്നും. ദെൻ വി ഹാവ് എ ഫോറസ്റ്റ് ടൂറിസ്റ്റ്.
എന്താണ് ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് ടൂറിസ്റ്റ് എന്നോ? സോറിഡാ, ഫോറിൻ ടൂറിസ്റ്റ്. ഞാൻ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ദിസ് വേർഡ്? TOURIST. ടൂറിസ്റ്റ് നമുക്ക് പറയാനായിട്ട് തോന്നും, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു പ്രൊനൗൺസ് ഇറ്റ് ഇൻ എ റൈറ്റ് വേ. ടൂറിസ്റ്റ്. ഓക്കെ, ടൂറിന് പോവല്ല, വി ആർ ഗോയിങ് ഫോർ എ ടൂർ. ഓക്കെ, ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഈ സമ്മറിയും അതിൻ്റെ സ്റ്റോറിയും മാത്രം പഠിച്ചാൽ പോരാ, പ്രൊനൗൺസിയേഷനും നമ്മുടെ ലാംഗ്വേജ് ബെനിഫിറ്റും കൂടെ നമുക്ക് കിട്ടണം. സോ വി ഹാവ് എ ഫോറിൻ ടൂറിസ്റ്റ് ആൻഡ് ദെൻ ഓൾസോ എ പോലീസ്മാൻ. ഓക്കെ, ഇത്രയും പേരാണ് ഈ ഒരു പ്ലേയിൽ ആദ്യം മുതൽ അവസാനം വരെ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെ തന്നെയുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ക്യാരക്ടേഴ്സിൻ്റെ എല്ലാ പേരും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ വേറെ ഇടയ്ക്ക് വന്ന് പോകുന്ന ഗസ്റ്റ് റോൾ അങ്ങനെയൊന്നുമില്ല. ഇത്രയും ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് ആദ്യ അവസാനം ഇതിൽ കാണാനായിട്ട് സാധിക്കുക. സോ ദ നെയിം ഓഫ് this one act play is what? Post Early for Christmas by H.R. Wood. And the characters of this play എന്ന് പറയുന്നത് ആരൊക്കെയാണ്? A young lady assistant, Mrs. Smith, Mrs. Jones, a deaf old gentleman, a farmer, a fuzzy old lady, Mrs. Higgins, Bertie her son, a foreign tourist and also a policeman. Okay, ഇത്രയും ഓർത്ത് വെച്ചോണം. റെഡി ആണല്ലോ? ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് കടക്കാം. ഓക്കെ, വരൂ വരൂ വരൂ. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് സെറ്റിംഗ്. ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. സെറ്റിംഗ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇൻ എ വില്ലേജ് ആണ്. ഇൻ എ വില്ലേജ് പോസ്റ്റ് ഓഫീസ് ആണ്. ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? ക്രിസ്മസ് ആണ്. സോ സീസൺ എന്ന് പറയുന്നത് ക്രിസ്മസ് സീസൺ ആണ്. വില്ലേജ് പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത്. ആൻഡ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എ ഫോറിനർ സെൻഡ്സ് എ പാർസൽ ഫ്രം ദ പോസ്റ്റ് ഓഫീസ്. നിയർ ബൈ പോസ്റ്റ് ഓഫീസേഴ്സ് റിസീവ് ബോംബ് ത്രെറ്റ്സ് ക്രിയേറ്റിംഗ് ഫിയർ. പാനിക് എൻസ്യൂസ് വെൻ എ ടിക്കിംഗ് സൗണ്ട് കംസ് ഫ്രം വൺ പാർസൽ. സോ ഇവിടെ ഈ ഒരു ഫോറിൻ ടൂറിസ്റ്റ് എന്ന ഫോറിനർ അല്ലെങ്കിൽ ഫോറിൻ ടൂറിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹമാണ് ഇതിലുള്ള എല്ലാ ട്വിസ്റ്റും ഉണ്ടാക്കുന്ന മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് കേട്ടോ. ആൻഡ് സംഭവം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു പാഴ്സൽ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. ആ പാഴ്സലിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അടുത്തുള്ള ഈ പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ക്രിസ്മസിൻ്റെ പേരിൽ കൊണ്ടുവരുന്ന ഈ ഗിഫ്റ്റ് പാഴ്സലിൽ ബോംബ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ന്യൂസ് അവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോറിനർ ഇത് കൊണ്ടുവന്ന് തരികയും അദ്ദേഹം പലതവണ അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പല ക്വസ്റ്റ്യൻസ് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദർ ഇസ് സം കൈൻഡ് ഓഫ് ഡൗട്ട്. ഇതെന്താ, ഇതിൻ്റെ അകത്തുള്ള ബോംബാണോ, ഇവർ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കുക എന്നുള്ള ആ ഒരു ട്വിസ്റ്റാണ് ഇതിനെ പിന്നെ മാറ്റിമറിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം, ഈ ഒരു ഇൻസിഡൻറ്റും കൂടെ ഓർത്ത് വെക്കുക. അപ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയായി പോകും. പാനിക് എൻസ്യൂസ് വിത്ത് എ ടിക്കിംഗ് സൗണ്ട്. അതിൻ്റെ അകത്തെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നോർമൽ സാധനമായിരുന്നു, പക്ഷെ അതിനൊരു ടിക്കിംഗ് സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഗസ് ചെയ്യാൻ കാണുമല്ലോ എന്തായിരിക്കും അതിൻ്റെ അകത്തുനിന്നുള്ളത്. സോ ഈ ഒരു ടിക്കിംഗ് സൗണ്ട് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇനി ടൈം ബോംബിൻ്റെ വല്ല ക്ലോക്കോ ടൈമോ വല്ലതും അങ്ങോട്ട് ഇനേബിൾ ആയി കിടക്കുന്നതാണോ എന്നുള്ള ഒരു ടെൻഷൻ, അതിലാണ് ഇങ്ങനത്തെ ഒരു സീൻ വന്നത്. ദെൻ വി ഹാവ് ആക്ഷൻസ്. ദേവു അല്ലേ ചോദിക്കുന്നത്? ദേവു ക്ലാസ്സിൽ ശ്രദ്ധിച്ചോ? കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല രീതിയിൽ ശ്രദ്ധിച്ചോ കേട്ടോ. ഓക്കെ, ദെൻ വി ഹാവ് ആക്ഷൻസ്. ആക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് കോൾസ് ദ പോലീസ്. പോലീസ് കൺഫേം എ ബോംബ് ഇൻ ദ ഫോറിനേഴ്സ് പാർസൽ. ദേ ട്രൈ ടു ഡെഫ്യൂസ് ഇറ്റ് ബൈ ഇമേഴ്സിങ് ഇറ്റ് ഇൻ വാട്ടർ. ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരുതരം കൺഫ്യൂഷനൊക്കെ ആയി വരും. എന്താണിത്, ഇതിൻ്റെ അകത്ത് വല്ല ബോംബാണോ, പൊട്ടുന്ന സാധനമാണോ, ബോംബാണോ എന്നൊക്കെയുള്ള ടെൻഷൻ വരുമ്പോഴത്തേക്ക് ഉടനെ അവർ വിളിക്കുന്ന ഏതാണ്? പോലീസ് ഓഫീസറിനെ വിളിക്കും. അയാളും കൂടി ഇതെല്ലാം വന്ന് എല്ലാ ആക്ഷനും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പാക്കി ഓക്കെ ഇത് ബോംബ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ ഇല്ലാതാക്കാനായിട്ട് എന്താണ് ശ്രമിക്കുന്നത്? വെള്ളം എടുത്താൽ വെള്ളത്തിൽ മുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ പല ഫണ്ണി ആയിട്ടുള്ള കുറേ ഇൻസിഡൻസ് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വൺ ആക്ട് പ്ലേ. അത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇസ് ദ ട്വിസ്റ്റ് ഓഫ് ദ സ്റ്റോറി? ഞാൻ പറഞ്ഞു അല്ലേ, ദ ഫോറിനർ റിട്ടേൺസ് ആൻഡ് റിവീൽസ് ദ പാർസൽ ഇസ് എ പ്രഷ്യസ് ടൈം പീസ്, നോട്ട് എ ബോംബ്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റിൻ്റെ അകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ടൈം പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെയാണ് ഈ ബോംബാണ് ഇപ്പം പൊട്ടും എന്നും പറഞ്ഞിട്ട് പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. ടൈം പീസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയം സൂചി അനങ്ങുന്നതിൻ്റെ ടിക്കിംഗ് സൗണ്ട് ആയിരുന്നു അവർ കേട്ടോണ്ടിരുന്നത്, വിച്ച് ദേ കൺഫ്യൂസ്ഡ് അല്ലേ. ദെൻ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? The foreigner is upset and plans to complain to the postmaster general. The assistant resigns from the post office due to the confusion and panic. So
ഇത് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ട്വിസ്റ്റായിട്ട് നമ്മുടെ ഫോറിനർ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഗ്ലൗസ് അവിടെ വെച്ച് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതെടുക്കാൻ തിരിച്ച് വരുമ്പോഴാണ് ഇവിടെ നടക്കുന്ന ഈ പല പ്രശ്നങ്ങളും കാണുന്നത്. അപ്പോഴത്തേക്ക് ഹി ബിക്കം സോ അപ്സെറ്റ് ആൻഡ് കൊടുത്ത ഒരു പാഴ്സൽ പൊട്ടിച്ച് ഇത്രയൊക്കെ സീൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അതെന്താണ് ഹയർ അതോറിറ്റിക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പോകും. അത് കേട്ട ഉടനെ നമ്മുടെ യങ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾ അവിടുന്ന് ജോലി രാജിവെച്ച് പോകുന്ന സീൻ. ഇത്രയുമാണ് ഒരു സമ്മറി എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ഒരു കാര്യം മനസ്സിലായല്ലോ, എന്താണ് മനസ്സിലായിട്ടുള്ളത്? വില്ലേജ് പോസ്റ്റ് ഓഫീസിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വില്ലേജ് പോസ്റ്റ് ഓഫീസാണ്. ടൈം എപ്പോഴാണ്? ക്രിസ്മസിൻ്റെ സമയത്താണ്. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ ക്യാരക്ടേഴ്സാണ് നമുക്ക് ആകെപ്പാടെ പഠിക്കാനായിട്ടുള്ളൂ. ആൻഡ് ഇവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ഫണ്ണി ഇൻസിഡൻറ്റ്, ഓക്കെ, അതിൽ ട്വിസ്റ്റ് വരുത്തുന്ന ആളാണ് ഈ ഒരു ഫോറിൻ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഓർത്ത് വെച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം അല്ലേ? ഓക്കെ, ഇനി നമുക്കുള്ളത് ഇൻട്രഡക്ഷൻ സീനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടാവും അല്ലേ? അത് നമുക്ക് ഈ വേർഡ് ബൈ വേർഡ് മീനിങ് പറഞ്ഞ് പോകാന്നുള്ളത് പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കിതൊന്ന് പഠിച്ചു നോക്കാം. അതിൽ ഇൻട്രഡക്ഷൻ ഇവിടെ മിസ് ഉദ്ദേശിച്ച എന്താണ്? ഈ ഒരു 1 act പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് ഉള്ളത്? ദ പ്ലേ ബിഗിൻസ് വിത്ത് എ പോസ്റ്റൽ അസിസ്റ്റന്റ് റിഫ്ലക്റ്റിംഗ് ഓൺ ദ ഈവൻറ്റ്സ് ഓഫ് ദ പ്രീവിയസ് ഡേ. ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, യങ് ലേഡി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞില്ലേ, അവരിങ്ങനെ കഴിഞ്ഞ തവണ സംഭവിച്ചിട്ടുള്ള, കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിൽ നടന്നിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ പറയുമായിരുന്നു. ഓരോരുത്തരെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾ ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലാകാതെ വന്ന് ഒരു പൈൻറ്റ് ചോദിക്കുന്നതൊക്കെ ഉണ്ട്. ബിവറേജ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഒരു പൈൻറ്റ് ബിയറൊക്കെ ചോദിക്കുന്ന ഒരു ഫണ്ണി ഇൻസിഡൻ്റ് ഒക്കെ റിക്കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ യങ് ലേഡി അസിസ്റ്റൻറ്റ് ഈ ഒരു 1 act പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇൻട്രഡക്ഷനിൽ വരുന്ന ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ യങ് ലേഡി അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. സോ ഡിസ്പൈറ്റ് എൻകൗണ്ടറിങ് ക്യൂരിയസ് കസ്റ്റമർ ഷീ റിമെയിൻസ് കാം ആൻഡ് പൊളൈറ്റ് ത്രൂ ഔട്ട്. അത് നമുക്ക് മനസ്സിലാവും. എന്താണ് ഇതുപോലുള്ള ഫണ്ണി ഇൻസിഡൻസ് വരുമ്പം അതിൽ ദേഷ്യപ്പെടാനോ സങ്കടം വരാനോ നമ്മുടെ യങ് ലേഡി അസിസ്റ്റൻറ്റിന് സമയമില്ല. അവർ ഭയങ്കര പേഷ്യൻ്റ് ആയിരുന്നു, കാം ആയിരുന്നു, ലോജിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ അവരെയൊക്കെ ഡീൽ ചെയ്ത് വിടാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മിസ്സസ് സ്മിത്ത്, മിസ്സസ് ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? അപ്പോൾ മിസ്സസ് സ്മിത്തും മിസ്സസ് ജോൺസും പാഴ്സൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം നമ്മുടെ യങ് ലേഡി അസിസ്റ്റൻറ്റ് പറയും, ക്രിസ്മസിന് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പോസ്റ്റ് ഇറ്റ് ഏർലി ബിഫോർ ക്രിസ്മസ് എന്ന് പറയും. പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ മിസ്സസ് ജോൺസ് കുറച്ച് എന്താകും, റൂഡായിട്ട് പറയും, ഇറ്റ്സ് മൈ ബിസിനസ്, ഇറ്റ്സ് മൈ അഫെയർ അല്ലേ, ക്രിസ്മസിന് എന്തെങ്കിലും അയക്കണോ വേണ്ടയോ, എൻ്റെ റിലേറ്റീവ്സിന് എപ്പോൾ കിട്ടണം എന്നുള്ളത് എൻ്റെ ബിസിനസ് ആണ്, ഡോണ്ട് മൈൻഡ് ഇറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ദേഷ്യപ്പെടുകയല്ല നമ്മുടെ യങ് അസിസ്റ്റൻ്റ് ചെയ്യുന്നത്, സങ്കടപ്പെടുന്നില്ല. ഉടനെ അവർ അവരുടെ ഡ്യൂട്ടിയിലേക്ക് കടന്നു ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ അങ്ങനെയുള്ള വളരെ കാം പേഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ യങ് അസിസ്റ്റൻറ്റിനെ കുറിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മിസ്സസ് സ്മിത്ത് ആണ്, ലേഡി വിത്ത് റുമാറ്റിക് ഡിസീസ്. ഹൗ ഡു വി നോ ദാറ്റ് ദിസ് ലേഡി ഈസ് സഫറിങ് ഫ്രം ദിസ് റുമാറ്റിക് ഡിസീസ്? എങ്ങനെയാണ് മനസ്സിലാവുന്നത്? കാരണം ആദ്യം ഈ യങ് ലേഡി അസിസ്റ്റൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പം മിസ്സസ് സ്മിത്ത് ആണ് ആദ്യമായി ഒരു ഗിഫ്റ്റ് ബോക്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഫോർ വാട്ട്? ക്രിസ്മസിന് നമ്മൾ വി യൂഷ്വലി സെൻഡ് ഗിഫ്റ്റ്സ് ആൻഡ് കാർഡ്സ് അല്ലേ, അതേപോലെ ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റുമായിട്ടാണ് മിസ്സസ് സ്മിത്ത് വരുന്നത്. ആ സമയം യങ് ലേഡി അസിസ്റ്റന്റ് പറയുന്നുണ്ട്, ടു കോൾഡ്, ഭയങ്കര തണുപ്പാണല്ലേ, ആൻഡ് ഐ തിങ്ക് എന്താണ് ഇറ്റ്സ് ഗോൺ സ്നോ ഫോർ ക്രിസ്മസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മിസ്സസ് സ്മിത്ത് പറയുന്നുണ്ട്, സ്നോ വേണ്ടായിരുന്നു, ബിക്കോസ് എന്താണ് എൻ്റെ അസുഖം റുമാറ്റിക് ഡിസീസ്, അത് ടെറിബിൾ ആകും, അതുകൊണ്ട് സ്നോ വേണ്ടായിരുന്നു, ലാസ്റ്റ് ടൈം ഐ സഫേർഡ് എ ലോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കോൺവെർസേഷനിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് ദിസ് ലേഡി സഫേർഡ് അല്ലെങ്കിൽ ലേഡി വിത്ത് റുമാറ്റിക് ഡിസീസ് ആണ് മിസ്സസ് സ്മിത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഷീ ഓൾസോ പർച്ചേസസ് സ്റ്റാമ്പ്സ് ആൻഡ് എ പോസ്റ്റൽ ഓർഡർ. അവരവിടെ എന്തിനാണോ ഒരു പോസ്റ്റ് ഓഫീസിൽ വരുന്നത് അത് അതേപോലെയുള്ള ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ദെൻ വി ഹാവ് മിസ്സസ് ജോൺസ്. വെൻ കമ്പയർഡ് ടു മിസ്സസ് സ്മിത്ത്, മിസ്സസ് ജോൺസ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് അരഗൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഭയങ്കര റൂഡായിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിലും ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോവും
വേണ്ടായിരുന്നു എന്നുള്ളൊരു രീതിയിൽ. കാരണം ആൻ അക്വൈൻറ്റൻസ് ഓഫ് മിസ്സസ് സ്മിത്ത്, അക്വൈൻറ്റൻസ് മീൻസ് ഒരു പരിചയക്കാരിയാണ്, മിസ്സസ് സ്മിത്തിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. റൂഡ് ബിഹേവിയർ വെൻ പോസ്റ്റിംഗ് ക്രിസ്മസ് പ്രസൻസ്, അതാണ് മിസ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്മസ് പ്രസൻറ്റ് ഈ യങ് ലേഡി അസിസ്റ്റൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പം ഒരു നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പരിചയക്കാരി, അടുപ്പക്കാരി എന്നുള്ളൊരു നിലയിലാണ് യങ് അസിസ്റ്റൻറ്റ് പറയുന്നത്. ഇഫ് യു ഹാവ് സംതിങ് ടു സെൻഡ് ഫോർ യുവർ ഡിയർ ആൻഡ് നിയർ വൺസ് മേക്ക് ഇറ്റ് ഏർലി, പോസ്റ്റഡ് ബിഫോർ ക്രിസ്മസ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഈ മിസ്സസ് ജോൺസിന് ഇഷ്ടപ്പെടുന്നില്ല. മിസ്സസ് ജോൺസ് പറയാൻ ഇറ്റ്സ് മൈ ബിസിനസ്, ഇറ്റ്സ് മൈ അഫെയർ, ഡോ ഇന്റർഫിയർ ഇൻ ടു ഇറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ യങ് അസിസ്റ്റൻറ്റ് കാമായിരുന്നു, പേഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിട്ടേക്ക് എന്നുള്ളൊരു രീതിയിലായിരുന്നു അത് ഡീൽ ചെയ്തത്. ഓക്കെ, അപ്പം ഈ ക്യാരക്ടേഴ്സ് കഴിഞ്ഞു. ഇവിടെ ഈ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ പ്ലേയിലെ ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ഇൻ ദിസ് വൺ ആക്ട് പ്ലേ? ദേ ആഡ് ഹ്യൂമർ വിത്ത് ദിയർ പെക്യൂലിയർ ബിഹേവിയർ. കാരണം ഹ്യൂമറസ് ആയിരിക്കണം അവരുടെ ആക്ഷൻസ്, എന്നാൽ മാത്രമല്ല അവർക്കൊരു ഹ്യൂമറസ് ബിഹേവിയറും കൂടി ഉണ്ടാവുള്ളൂ. തമാശ കാണിക്കണം, പൊട്ടത്തരം കാണിക്കേണ്ടടുത്ത് പൊട്ടത്തരം കാണിക്കണം, എന്നാലേ അവനൊരു ഒരു ഹ്യൂമർ എലമെൻറ്റ് വരുള്ളൂ അല്ലേ. സോ ഇതിലെ മെയിൻ 2 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ മെയിൻ 2 ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡെഫ് ഓൾഡ് മാൻ ആണ്, അതേപോലെ ഒരു ഓൾഡ് ലേഡിയും വരുന്നുണ്ട്. സോ നമ്മുടെ ഈ ഡെഫ് ഓൾഡ് മാൻ, നമ്മുടെ ആദ്യം നമ്മുടെ യങ് അസിസ്റ്റൻ്റ് കഴിഞ്ഞ ദിവസത്തെ ഫണ്ണി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബിവറേജ് ആണെന്ന് കരുതിയിട്ട് ഒരു ഫാമർ വന്നിട്ട് പൈൻറ്റ് ഓഫ് ബിയർ ചോദിക്കുന്നതും, പക്ഷേ പൈൻറ്റ് ഓഫ് ബിയർ ആണെന്ന് കരുതിയിട്ട് സ്റ്റാമ്പ് കൊടുക്കുന്ന ഫണ്ണി ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മിസ്സസ് സ്മിത്ത് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് മിസ്സസ് ജോൺസ് വരും. മിസ്സസ് ജോൺസിൻ്റെ ചെറിയൊരു റൂഡ് ബിഹേവിയർ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഹ്യൂമറസ് ക്യാരക്ടറായിട്ടുള്ള ഡെഫ് ഓൾഡ് മാൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ആൻഡ് ഹി ഗിവ്സ് all responses to the assistant's question. അതാണ് ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ നമുക്കൊരു ചിരി വരുന്ന ഒരു പോർഷനാണ് കേട്ടോ. എന്താണ് ആ ഒരു പോർഷൻ? ഇവിടെ ഈ ഡെഫ് ഓൾഡ് മാൻ എന്തിനാണ് അവിടെ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ പെൻഷൻ വാങ്ങാൻ. ഓക്കെ, പെൻഷൻ വാങ്ങാൻ ആ ഒരു മണി റിസീവ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അത് വന്ന ഉടനെ ഇൻട്രൊഡക്ഷനിൽ കാര്യമായിട്ട് പറയുന്നുണ്ട്, ഐ ഹാവ് കം ഹിയർ ഫോർ ടു റിസീവ് മണി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് ബുക്ക് ചോദിക്കും. ആൻഡ് ഈ ബുക്ക് ചോദിക്കുന്നത് ഡെഫാണ്, ചെവി അങ്ങനെ നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഡെഫ് ഓൾഡ് മാനിനെ കേൾക്കുന്നത് കുക്ക് എന്നാണ്. ബുക്ക് ചോദിക്കുന്നു, പക്ഷെ അദ്ദേഹം കേൾക്കുന്നത് എന്താണ്? കുക്ക് എന്നാണ്. സോ ഇങ്ങനെ എല്ലാ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നപ്പോഴാണ് കുക്ക്, നോ കുക്ക്, എൻ്റെ വീട്ടിൽ കുക്കില്ല, എനിക്ക് വൈഫാണെല്ലാം ഉണ്ടാക്കി തരുന്നത്. ആ ഒരു രീതിയിൽ കോമഡി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നതാണ് ഓൾഡ് ലേഡി. ഓൾഡ് ലേഡി മിസ്റ്റേക്കലി തിങ്സ് ദ പോസ്റ്റ് ഓഫീസ് ഇസ് ആൻ ആനിമൽ ക്ലിനിക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഓൾഡ് ലേഡി വരും, കുറച്ച് ഫെസ്സി ആയിട്ടുള്ള ഒരു ഓൾഡ് ലേഡി വരും. ഈ ഓൾഡ് ലേഡി വിചാരിക്കുന്നതോ പോസ്റ്റ് ഓഫീസ് ഏതോ ഒരു ആനിമൽ ക്ലിനിക്കാണ്. ഉടനെ വന്നിട്ട് എവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കും. എന്താ റീസൺ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ പൂച്ചയ്ക്ക് ഇപ്പോൾ ഒട്ടും ഫുഡ് വേണ്ട, അതാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കാര്യം പറയുമ്പോഴാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, മാഡം ദിസ് ഇസ് എ പോസ്റ്റ് ഓഫീസ് ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ആൻ ആനിമൽ ക്ലിനിക് ഇറ്റ്സ് ദെയർ ബൈ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലേഡിക്ക് ബോധം വീഴും. ഓ സോറി, ഐ തോട്ട് ഇറ്റ്സ് ആൻ ആനിമൽ ക്ലിനിക്. അത് നമ്മുടെ ആൾ കുത്തിയതാണോ എന്നറിയില്ല, പക്ഷെ പറയുന്നുണ്ട് ആനിമൽ ക്ലിനിക് ആണെന്ന് കരുതിയിട്ട് വിളിച്ചതാണ്. എന്തായാലും ഇത്രയും വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഇത്രയും നല്ല ബിഹേവിയർ ആയതുകൊണ്ട് ഐ തിങ്ക് ഐ ഷുഡ് ബൈ സംതിങ് ഫ്രം ദിസ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാമ്പൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിലെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഐ ഡോണ്ട് ഹാവ് എ കുക്ക്. അതേപോലെ തന്നെ നമ്മുടെ ബുക്ക് ചോദിക്കുമ്പം കുക്കില്ല, വൈഫ് ഒറ്റയ്ക്കാണെന്ന് പറയുന്നു. ആൻഡ് അപ്പോഴത്തേക്ക് നമ്മുടെ യങ് അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, ഐ സെഡ് ഇറ്റ്സ് ബുക്ക്, സെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെഡ്, ഹൗ ഡെയർ യു കോൾ മീ ടെഡ് or how dare you assume my name as Ted എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ബുക്ക് ചോദിക്കുന്നു, കുക്കില്ല എന്ന് മറുപടി പറയുന്നു. ഐ സെഡ് ഇറ്റ്സ് ബുക്ക്, ഞാൻ പറഞ്ഞത് ബുക്ക് എന്നാണെന്ന് പറയുമ്പം ആ സെഡ് എന്നുള്ളത് ടെഡ് ആണെന്ന് കേൾക്കുന്നു. അപ്പം നമ്മുടെ ഉടനെ ഈ ഹ്യൂമറസ് ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, എന്ത് ധൈര്യം വന്നു, എങ്ങനെയാണ് എൻ്റെ പേര് ടെഡ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എന്നെ വിളിക്കാൻ പറ്റുന്നത്, മൈ നെയിം ഇസ് നോട്ട് ടെഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് ദേഷ്യപ്പെടുന്നത്. അവസാനം ഈ ഡെഫ് ഓൾഡ് മാൻ നമ്മുടെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്, ചെവിയും കേൾക്കില്ല, കയറി ഇരിക്കുക, നമ്മുടെ എവിടെ പോസ്റ്റ് ഓഫീസിൽ കയറി ഇരിക്കുക, ചെവി കേൾക്കുന്ന ആർക്കെങ്കിലും കയറി ഇരുന്നാൽ പോലെ എന്നൊക്കെയുള്ള രീതിയിലൊരു ഫണ്ണി ഇൻസിഡൻസ്. സോ ഈ ഫണ്ണി ഇൻസിഡൻസും ഇവരുടെ കോൺവെർസേഷനും ഇതൊക്കെയാണ് ഈ ഒരു വൺ ആക്ട് പ്ലേനെ വളരെയധികം റിച്ച് ആക്കുന്നത്, വിച്ച് ഓൾസോ മേക്സ് ഇറ്റ് വെരി സിമ്പിൾ ടു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ദെൻ നമ്മുടെ അടുത്തതിലേക്ക് പോവാണ്.
പ്ലോട്ട് ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് ഈ ഒരു വൺ ആക്ട് പ്ലേ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അവസാനം ട്വിസ്റ്റ് നിറഞ്ഞിട്ടുള്ള ഒരു ഇതായി മാറിയിട്ട് ഫണ്ണി ഇൻസിഡൻസ് എല്ലാം കൂടെ നിറഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് ഇതിനെ ഒരു റിച്ച് ആക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്ലോട്ട് ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാം. സോ പ്ലോട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം a farmer shares alarming news about a time bomb inside a Christmas parcel in London, causing fear among the people in the post office. So നമ്മുടെ ഫാമർ എന്തോ ഒരു ആവശ്യത്തിന് അവിടേക്ക് വരുന്നതാണ് പോസ്റ്റ് ഓഫീസിൽ. അപ്പം അവിടെ ചോദിക്കും ഹാവ് യു റെഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ കാണിക്കുക. എന്താ അത് എന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ലണ്ടനിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ ടൈം ബോംബ് കിട്ടിയിട്ടുണ്ട്, ക്രിസ്മസ് പാഴ്സൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു സാധനമാണ്, അതിൽ നിന്നാണ് ദി ഗോട്ട് ദിസ് ടൈം ബോംബ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് പേടിക്കും. എവ്രി വൺ ബിക്കം സോ എന്താണ് പാനിക് ആകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഇതുപോലുള്ള ഈ സ്റ്റോറിയിൽ ബാക്കി നടക്കാൻ പോകുന്ന ഒരുപാട് ട്വിസ്റ്റിന് കൊടുത്തിട്ടുള്ള ആ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഫാമറിന്റെ ഈ ഒരു ഒറ്റ സെന്റൻസ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ വി ഹാവ് മിസ്സസ് ഹിഗിൻസ് ആൻഡ് ബർട്ടി. മിസ്സസ് ഹിഗിൻസ് ആൻഡ് ഹർ mischievous son Bertie enter the post office, adding more chaos to the situation. അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് മിസ്സസ് ഹിഗിൻസ്. മിസ്സസ് ഹിഗിൻസിൻ്റെ കൂടെ ഒരു ചെറിയ ആൺകുട്ടിയുണ്ട് ഹൂ ഇസ് ഹർ സൺ ആൻഡ് ഹിസ് നെയിം ഇസ് ബേർട്ടി. ബേർട്ടി എന്നാണ് പേര്. ബേർട്ടി എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെ ഒരിടത്തൊന്നും അടങ്ങിയിരിക്കാത്ത എന്താണ് ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ഹൈപ്പർ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് ഹി സീസ് സംതിങ് എന്താണ് നോട്ട് ഇൻ എ വെരി പ്രോപ്പർ ലാംഗ്വേജ്, പക്ഷേ ഇംഗ്ലീഷ് വളരെ പ്രോപ്പർ ആയിട്ടല്ല പറയുന്നത്. ആൻഡ് ദിസ് മിസ്സസ് ഹിഗിൻസ് corrects him. Okay, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഫ്രം where did you learn this language and how could you even tell it in this way എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞു കുട്ടിയാണ്, എന്നാലും ഇംഗ്ലീഷ് തെറ്റിക്കുമ്പോഴത്തേക്ക് നിന്റെ ഗ്രാമർ ശരിയല്ല, നീ പറയുന്ന ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് എന്താണ് ദേഷ്യപ്പെടുന്ന മിസ്സസ് ഹിഗിൻസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഹ്യൂമർ എലമെൻറ്റ്സ് കൂട്ടുന്ന പോർഷൻസും കൂടിയാണ് കേട്ടോ. ദെൻ വി ഹാവ് ദിസ് ഫോറിൻ കസ്റ്റമർ. ഫോറിൻ കസ്റ്റമർ എന്ന് പറയുന്നത് ഈ ഒരു പ്ലേയിലെ ഏറ്റവും അധികം ട്വിസ്റ്റ് കൊണ്ടുവരുന്ന ആളാണ് ഈ ഒരു ഫോറിൻ കസ്റ്റമർ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഡസ് ഹി ഡു? ആൻഡ് എ ഫോറിൻ കസ്റ്റമർ അറൈവ്സ് ടു സെൻഡ് എ ക്രിസ്മസ് പാഴ്സൽ എക്സ്പ്രസിംഗ് റിപ്പീറ്റഡ് കൺസേൺ അബൌട്ട് ഇറ്റ് സേഫ്റ്റി. നമ്മുടെ ഫോറിൻ കസ്റ്റമർ ബാക്കിയുള്ളവരെ പോലെ ആസ് യൂഷ്വൽ ബാക്കിയുള്ളവരെ പോലെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം കയറി വന്നത്. പക്ഷേ the thing that made him different is that എന്തായിരുന്നു, he asked repeated questions about its safety. അത് സേഫ് ആയിരിക്കുമോ, അതിനെന്തെങ്കിലും പറ്റുമോ, അതെന്തെങ്കിലും പൊട്ടിപ്പോവോ, അത് ഓക്കെ ആണോ, ഇങ്ങനെ എത്ര ചോദിച്ചിട്ടും എത്ര നമ്മുടെ അസിസ്റ്റന്റ് ക്ലിയർ ആയിട്ട് ആൻസർ കൊടുത്തിട്ടും ഈ ഒരു ഫോറിൻ ടൂറിസ്റ്റിന് ഭയങ്കര ടെൻഷനാണ്. ഫോറിനറിന് ഭയങ്കര ടെൻഷൻ, എന്തെങ്കിലും സംഭവിക്കുമോ, ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമോ, ഇയാളുടെ ഈ ഒരു എന്താണ് മൊത്തത്തിലുള്ള ഒരു പരവേശം എന്നൊക്കെ പറയില്ല, ആ ഒരു ബിഹേവിയർ കണ്ടപ്പോഴത്തേക്ക് വേഗ് ബിഹേവിയർ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരു വിയേർഡ് ടൈപ്പ് ഓഫ് ബിഹേവിയർ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സംശയം, ഇയാൾക്ക് എന്താ വട്ടാണോ, അതോ ഇനി ഇതിൻ്റെ അകത്തുള്ള ബോംബ് ആണോ, അയ്യോ ബോംബ്. അപ്പോഴാണ് നമ്മുടെ അസിസ്റ്റൻറ്റിനും അതേപോലെ ബാക്കിയുള്ളവർക്കും എല്ലാം ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാകുന്നത് കേട്ടോ. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഹ്യൂമറസ് എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു സ്റ്റോറിയിൽ ഈ ഒരു വൺ ആക്ട് പ്ലേയിൽ വരുന്നത്. ദെൻ ദ ഫോറിനർ ലീവ്സ് വിത്തൗട്ട് ടേക്കിംഗ് ഹിസ് ഗ്ലോവ്സ്. ആൻഡ് അടുത്ത തിങ് എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് ആശ്വസിപ്പിച്ചിട്ടൊക്കെ വിടും. ഓക്കെ, ഒരു കുഴപ്പം ഉണ്ടാവില്ല, കറക്റ്റ് ടൈമിൽ എത്തിക്കോളും, ഡോണ്ട് വറി എന്നൊക്കെ പറയും. ഈ പാഴ്സൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട്, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ പാക്കിംഗ്. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല സൂപ്പർ ആയിട്ടാണ് നമ്മുടെ അസിസ്റ്റൻറ്റിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയുകയും ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാവരും ഇതേപോലെ ആയിരുന്നു പാക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ത് രസമായെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങുന്നതാണ്. പിന്നീട് ഇയാളുടെ ഒരു ടെൻഷൻ കണ്ടിട്ട് ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നീട് കേട്ട ന്യൂസുമായിട്ട് കണക്ട് ചെയ്ത് ഇനി ഇതിൻ്റെ അകത്ത് ടൈം ബോംബാണോ എന്നൊക്കെ വിചാരിച്ച് ആകെ പടച്ചാള കുളമാക്കുന്നത്. ഓക്കെ, ആദിത്യൻ, ഹേ ഹലോ ആദിത്യൻ, where were you? ലേറ്റ് ആണല്ലോ മോനെ, നമ്മൾ പകുതി തുടങ്ങി കഴിഞ്ഞു. വാട്ട് ഹാപ്പൻഡ്? where were you guys? why so late? എവിടെ ഫ്രണ്ട്സൊക്കെ എവിടെ? ഓക്കെ, നമ്മളിവിടെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള വൺ ആക്ട് പ്ലേ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫോറിനർ ഗ്ലൗസ് അവിടെ വെച്ച് മറക്കുന്നു. ആൻഡ് പിന്നീട് തിരിച്ച് വരുമ്പോഴാണ് ഈ ഗ്ലൗസ് എടുക്കാനായിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഈ ഒരു പാക്കേജിൻ്റെ പേരിൽ അവിടെ നടന്നിട്ടുള്ള കോലാഹലങ്ങൾ മൊത്തം അദ്ദേഹം അറിയുന്നത്. വിച്ച് ഇവൻച്വലി ടേൺ ഹിം സോ അപ്സെറ്റ്. ഓക്കെ, സോറി മിസ്, ഇറ്റ്സ് ഓക്കെ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ഫ്രണ്ട്സൊക്കെ എവിടെ? കാണുന്നില്ലല്ലോ. എല്ലാവരെയും വിളിച്ചിട്ട് വാ. നമ്മുടെ വെക്കേഷൻ മോഡൊക്കെ കഴിഞ്ഞു, എക്സാമിങ് അടുത്ത് കഴിഞ്ഞു, നമുക്ക് സമയമില്ല, പഠിക്കണ്ടേ നമുക്ക്? പറയൂ, പഠിക്കണ്ടേ? ഓക്കെ,
ദെൻ ഫോറിൻ കസ്റ്റമറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ പാനിക് ആൻഡ് പോലീസ് ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ വരും. ക്ലാസ് കഴിയാറായപ്പോഴോ വേഗം കൂട്ടിക്കൊണ്ട് വാ. ഓക്കെ, സോ പാനിക് ആൻഡ് പോലീസ് ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ് ഈ ഒരു വൺ ആക്ട് പ്ലേയിൽ വരുന്നത്? ബർട്ടി ഹിയേഴ്സ് എ ടിക്കിംഗ് സൗണ്ട് ഫ്രം ദ ഫോറിനേഴ്സ് പാർസൽ ക്രിയേറ്റിംഗ് പാനിക്. പഠിക്കണം, പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ പഠിപ്പിച്ചിരിക്കും. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ ആരാണ് നിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു സ്റ്റോറിയുടെ ഫ്ലോ അങ്ങ് പോയി. നമ്മുടെ ഫോറിനർ പാഴ്സൽ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അദ്ദേഹം അങ്ങ് മടങ്ങിപ്പോയി. പിന്നെ എല്ലാവരും ഇതിൻ്റെ അകത്ത് എന്താപ്പാ എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മിസ്ചീവിയസ് ബോയ് ആയിട്ടുള്ള ബേർട്ടി, മിസ്സസ് ഹിഗിൻസിൻ്റെ മകനായിട്ടുള്ള ബേർട്ടി അതിലിങ്ങനെ കറങ്ങി നടന്നപ്പം ഇതിന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ അമ്മേ എന്നുള്ളൊരു രീതിയിൽ ചോദിക്കുന്നത്. ഓക്കെ, അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് ഒന്നാമതേ ടൈം ബോംബാണോ എന്നുള്ള ടെൻഷനിൽ എല്ലാവരും ഇരിക്കുക. ഇവൻ്റെ ഈ ഒരു ചോദ്യം കൂടെ കേട്ടപ്പോൾ ടിക് ടിക് സൗണ്ട് അല്ലേ കേൾക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ കേട്ടപ്പോഴത്തേക്ക് എല്ലാവരുടെയും കാര്യം ഒരു തീരുമാനമായി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ ബർട്ടി കോൾസ് ദ പോലീസ് ആൻഡ് ദ ഫാമർ കൺഫേംസ് ദ പാർസൽ ഇസ് എ റിയൽ ബോംബ്. ഇതിൽ നിന്ന് ടിക് ടിക് സൗണ്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബോംബാണോ എന്നുള്ളൊരവസ്ഥയിൽ നമ്മുടെ ഫാർമർ വരികയാണ്. അയാൾക്ക് ഇവിടെ ബോംബ് എങ്ങനെയല്ലോ ഒന്ന് പൊട്ടിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥ. ആൻഡ് ഹി കൺഫേംസ് ദാറ്റ് ഇത് വേറെ ഒന്നുമല്ല, ഇത് ബോംബ്, ഇത് ഇപ്പോൾ പൊട്ടും എന്നുള്ളൊരവസ്ഥയിൽ അയാൾ കുറച്ചും കൂടെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യങ് അസിസ്റ്റൻ്റ് അപ്പോൾ എന്ത് ചെയ്യുന്നു? യങ് അസിസ്റ്റൻ്റ് പോലീസിനെ വിളിക്കുന്നു. അവർ വേണ്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ നീക്കി പോകുന്നുണ്ട്. പക്ഷേ ബാക്കി ചുറ്റോട് കൂടി നിൽക്കുന്ന ആൾക്കാരില്ലേ, അവർ ഈ പാനിക്കായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ കോമഡി പീസ് എന്ന് പറയുന്നത് ഫാമറാണ്. ബിക്കോസ് ഫോർ ഹിം ഇറ്റ്സ് റിയലി എ ടൈം ബോംബ്. അത് ഇപ്പം പൊട്ടും പൊട്ടിക്ക് സ്വാമി, തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുകയാണ് ഈ ഫാമർ അതൊന്ന് പൊട്ടിക്കിട്ടാൻ. ആ രീതിയിൽ നമുക്ക് തോന്നിപ്പോകും കേട്ടോ. സോ ദ ഫോറിനർ റിട്ടേൺസ് for his gloves and is shocked to find the police. ഇതൊന്നും നമ്മുടെ ഫോറിനർ അറിയുന്നില്ല. അദ്ദേഹം ഈ ഗ്ലൗസ് തിരിച്ചെടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുകയാണ്. കാരണം ഇത് പൊട്ടും, നമ്മുടെ പോലീസ്മാൻ വരുന്നു, ഈ ന്യൂസൊക്കെ അദ്ദേഹത്തിനും അറിയാം, ടൈം ബോംബ് കിട്ടിയിട്ടുണ്ട്, എല്ലാവരും എന്താണ് കുറച്ച് ജാഗ്രത വേണം അല്ലേ, ആ ഒരു രീതിയിൽ പറഞ്ഞിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ന്യൂസ് കാണുന്നു, ഒരു ഗിഫ്റ്റ് കിട്ടുന്നു, അതിൽ നിന്ന് ഒരു ടിക് ടിക് സൗണ്ട് കിട്ടുന്നു. പോലീസ് ഓഫീസറും കൺഫേം ചെയ്തു ഓക്കെ ഇതിൽ ടൈം ബോംബാണ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും എന്താണ് ഡിസേബിൾ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇതങ്ങ് പൊട്ടിയാലോ, അതുകൊണ്ട് ഇവർ വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഗ്ലൗസ് മറന്നു പോയ ഫോറിനർ ഈ ഗ്ലൗസ് എടുക്കാനായിട്ട് വരുന്നത്. ഈ ഗ്ലൗസ് എടുക്കാൻ വന്നപ്പം ആ ഒരു മ്യൂസിക്കിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുക. ഇപ്പം പൊട്ടും നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ, ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കില്ലേ ആ ഒരു അവസ്ഥയിൽ എല്ലാവരും മാറിയിരിക്കുകയാണ്. ഇയാളുടെ ആ ഒരു വളരെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് ബോക്സ് വെള്ളത്തിൽ മുക്കി നശിപ്പിച്ച് വെച്ചേക്കാണ്. പിന്നെ വേണ്ടാത്തതിന് കുറേ പോലീസ് ഓഫീസേഴ്സ് അങ്ങനെ എല്ലാം കൂടെ ആയപ്പോൾ ഇയാൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ഹി ബിക്കേം സോ അപ്സെറ്റ്. കാരണം അത്രയും വാല്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഫോറിനർ ചോദിച്ചത് ഇത് സേഫായിട്ട് എത്തുമല്ലോ, ഇതിനൊരു പ്രശ്നവും ഇല്ലല്ലോ. പിന്നെ ആ ഗ്രാൻഡ് പാക്കേജിംഗ് ഒക്കെ എന്തിനായിരുന്നു? ബിക്കോസ് ഓഫ് ഹിസ് വർത്ത്. അത് അത്രയും വാല്യൂ ഉള്ളത് കൊണ്ടാണ് അയാൾ അത്രയും കൺസേൺ നിറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. പക്ഷെ ബാക്കിയുള്ള ഫൂളിഷ് പീപ്പിൾ എന്ത് ചെയ്തു? അവരിതിനെ വളച്ചൊടിച്ചു. അങ്ങനെയാണല്ലോ അല്ലേ, സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നമ്മൾ മനുഷ്യർക്കൊരു പ്രത്യേക കഴിവാണല്ലോ. അത് തന്നെയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്താ ആദിത്യനെ ചിരിക്കുന്നത്? Why did you laugh? What happened? ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ മിസ് ഇവിടെ കിടന്ന് കാണിക്കുന്നത് കണ്ടിട്ടാണോ? എന്ത് പറ്റി ചിരിക്കാനൊക്കെ? എവിടെ എല്ലാവരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് എവിടെ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു തംസപ്പ് ഒക്കെ കാണിച്ചേ. ഓക്കെ ആണോന്ന്? ഒന്നുമില്ലാന്ന്, വെറുതെ ചിരിച്ചതാന്ന്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതും കൂടി ഒന്ന് പറയൂ. നല്ലല്ലേ, കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ആദിത്യന്? പറയൂ, വേഗം പറഞ്ഞേ. We don't have time. Time is very precious. We don't have time to ruin it. Okay. Then Bertie calls the police. അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, പോലീസിനെ വിളിക്കുന്നു. ഫോറിനർ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാണുന്നു. Everyone in the post office hides fearing an explosion. ഇപ്പോൾ ബോംബ് പൊട്ടും എന്നുള്ള രീതിയിൽ എല്ലാവരും പല വഴിക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് ആദിത്യം പറഞ്ഞു. എനിക്ക് സന്തോഷമായി.
ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റെസൊല്യൂഷൻ ആണ്. ഈ റെസൊല്യൂഷനിൽ വരുന്നത് എന്താണ്? ദ ഫോറിനർ റിവീൽസ് ദാറ്റ് ദ ടിക്കിംഗ് സൗണ്ട് വാസ് ഫ്രം എ ക്ലോക്ക് നോട്ട് എ ബോംബ്. എൻ്റെ വിഡ്ഢികളെ, എന്താണ് പറയുന്നത്? ഇത് ഞാൻ പൊട്ടിക്കാൻ വന്ന ബോംബൊന്നുമല്ല, ഇതെന്ന് പറയുന്നത് നമ്മുടെ അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള വളരെ വേർത്തായിട്ടുള്ള ഒരു ക്ലോക്കാണ്. ഈ ഒരു ക്ലോക്കിൻ്റെ മിനിറ്റിൻ്റെ സൂചി അനങ്ങുന്ന സൗണ്ടാണ് ഈ ടിക് ടിക് എന്ന് കേട്ടത്. അല്ലാതെ ഇത് ഇപ്പോൾ പൊട്ടാനിരിക്കുന്ന ബോംബല്ല, മനുഷ്യ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫോറിനർ ദേഷ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്സെറ്റ് നസി. യെസ് മിസ്, ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ ഞാൻ പറഞ്ഞു വരുമ്പോൾ അറ്റൻഡൻസ് കമൻറ്റ് സെക്ഷനിൽ മാർക്ക് ചെയ്യണം, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന്. ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞപ്പം ചാപ്റ്റർ തീരാറായപ്പോൾ യെസ് മിസ് എന്ന് കണ്ടു. നസീം, where were you? Why didn't you mark your attendance? നമ്മുടെ കമൻറ്റ് സെക്ഷൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്യാനും അല്ലേ മക്കളെ? മറന്നു പോയോ? Where were you guys? 7:30 ആണെന്ന് വിചാരിച്ചോ? പക്ഷെ സമയം കളയാൻ തീരെ ഇല്ലാത്തത് കൊണ്ട് മിസ് അങ്ങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഓക്കെ, ഇങ്ങനെ ഇത്രയും വേർത്തായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഇതേപോലെ നശിപ്പിച്ച് കളയുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ദേഷ്യം വരും. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുള്ള ഫോറിനർ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ദേഷ്യപ്പെട്ട്, നിങ്ങൾ നോക്കിക്കോ ഇതിന് വലിയ വില തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനായിട്ട് പോവാണ്. ഇത് അദ്ദേഹം പോകുമ്പോഴത്തേക്ക് നമ്മുടെ യങ് അസിസ്റ്റൻറ്റ് ഡിസൈഡ്സ് ടു ലീവ് ദ പോസ്റ്റ് ഓഫീസ് ടു വർക്ക് ഇൻ ആൻ ആനിമൽ ഡിസ്പെൻസറി. കണ്ടോ, ദ യങ് അസിസ്റ്റൻറ്റ് ഡിസൈഡ്സ് leave post office and work in an animal dispensary. What was the reason for that? Because that animals won't behave as foolishly as humans. മൃഗങ്ങൾക്ക് കുറച്ചെങ്കിലും എന്താണ് വകതിരിവുണ്ട്. നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ യങ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾ ആ ജോലി റിസൈൻ ചെയ്യാണ്. നമ്മുടെ ഈ ഫോറിനർ പോകുമ്പോഴത്തേക്ക് ഇവരും പറയുകയാണ്, ഞാനിതാ എൻ്റെ ജോലി രാജിവെച്ചു എന്ന് പറഞ്ഞ് എല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് അവരുടെ ഇതും എടുത്തിട്ട് കോട്ടും ഇട്ടിട്ട് ഞാൻ പോവുകയാണ്. ആൻഡ് വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്താണ്? ഞാൻ ഇതാ തൊട്ടടുത്തുള്ള ആനിമൽ ഡിസ്പെൻസറിയിലുണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. കാരണം മനുഷ്യരെക്കാൾ ഭേദം ആരാണ്? ആനിമൽസ് ആണ്. ആൻഡ് ദേ വോണ്ട് ബിഹേവ് ആസ് ഫോളിഷ്ലി ആസ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരെ പോലെ വകതിരിപ്പില്ലാത്ത ഒരു സാധനമല്ല ഈ അറ്റ്ലീസ്റ്റ് ഈ ആനിമൽസ് എന്ന് പറയുന്നത്. അവരുടെ അടുത്ത് സംസാരിച്ചാൽ കുറച്ച് മീനിങ് എന്തെങ്കിലും ഉണ്ടാവും ലൈഫിൽ എന്ന് പറഞ്ഞിട്ട് പോകുന്ന യങ് അസിസ്റ്റൻറ്റിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മിസ് നോട്ട്സ് എവിടെ നിന്ന് കിട്ടും? കമ്മ്യൂണിറ്റിയിലായിരിക്കുമല്ലോ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട്സ് അതേപോലെ കമ്മ്യൂണിറ്റിയിലായിരിക്കും, മിസ് ചെയ്യാതെ കണ്ടാൽ മതി കേട്ടോ. കിട്ടുന്നുണ്ടോയെന്നും കൂടെ അറിയിക്കണേ. യൂഷ്വലി ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ പറയാറുണ്ട് കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ വേണ്ട മെഷേഴ്സ് എടുക്കും. സോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പം ചോദിച്ചാൽ മതി. എന്തായാലും ഈ നോട്ട്സ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ ദെൻ അത്രയുമാണ് ഈ ഒരു വൺ ആക്ട് പ്ലേയിൽ സംഭവിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങൾ വളരെ ഫണ്ണി ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു വൺ ആക്ട് പ്ലേ ടൈറ്റിൽഡ് എന്താണ് പേര്? പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ബൈ ആർഎച്ച് വുഡ്. ഓക്കെ, ആൻഡ് ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് പേരൊന്നുമില്ല. മെയിനായിട്ട് വരുന്നത് നമ്മുടെ ആരാണ്? യങ് ലേഡി അസിസ്റ്റൻ്റ് ആണ്. പിന്നെ മിസ്സസ് ജോൺ, മിസ്സസ് സ്മിത്ത്, മിസ്സസ് ഹിഗിൻസ്, അവരുടെ മകനായിട്ടുള്ള ബർക്കിൻ, അല്ലേ? ഇത്രയും പേരാണ് ഉള്ളത്. പിന്നെ ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഫസി ഓൾഡ് ലേഡി ഉണ്ട്, ഡെഫായിട്ടുള്ള ഒരു ജെന്റിൽമാൻ ഉണ്ട്, ഓൾഡ് ജെന്റിൽമാൻ ഉണ്ട്, ആൻഡ് ഓൾസോ എ ഫാമർ, പോലീസ്മാൻ. ആൻഡ് ട്വിസ്റ്റ് കൊണ്ടുവരുന്ന ആളുടെ ക്യാരക്ടറിൻ്റെ പേരല്ല, ഹു ഇസ് ദ ക്യാരക്ടർ ഹു ബ്രിങ്സ് ദിസ് ട്വിസ്റ്റ് ഇൻ ദ വൺ ആക്ട് പ്ലേ? ആരാണ് കൊണ്ടുവരുന്നത്? ഫോറിനർ അല്ലേ? ഫോറിൻ ടൂറിസ്റ്റ് ആണ് കൊണ്ടുവരുന്നത്. ഇത്രയും ഓർത്തിരിക്കുക. ആൻഡ് സംഭവം എങ്ങനെയാണ് പ്ലോട്ട് ഡെവലപ്മെൻ്റ് ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കിടക്കുന്നത്. Irish Wood's plays are well known for simplicity of language, dramatic settings, and subtle presentation of stock characters. Explain. Essay ആയിട്ട് വേണമെങ്കിൽ വരാം കേട്ടോ. എന്താണ് പറയുന്നത്? ആറിഷ് വുഡിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് അല്ലേ? ഇതിൽ എന്തെങ്കിലും നമുക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ഇൻ ലാംഗ്വേജ് ഓൾസോ, ഇൻ ദിസ് തീം വൈസ് ഓൾസോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ്സ് എന്താണ് ഫോർ കോമൺ യൂസേജ് ഓഫ് ലാംഗ്വേജ് ആണ് മെയിൻലി ഇതിൽ ഉള്ളത്. ആൻഡ് വിച്ച് സിംപ്ലിസിറ്റി ഓഫ് ലാംഗ്വേജ് ആണ്. ഡ്രാമാറ്റിക് സെറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് അടിപൊളിയാണെന്ന് പറയാൻ പറ്റും. കാരണം എത്രമാത്രം ഹ്യൂമറസ് ആയിട്ടുള്ള ഫണ്ണി എലമെൻറ്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട്
ബന്ധപ്പെട്ടിട്ട് അതൊരു ടൈം ബോംബ് ആക്കി മാറ്റണമെങ്കിൽ അതിൽ അത്രയും ഹ്യൂമറസ് ഇഫക്റ്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് റീഡേഴ്സിൻ്റെ ഇടയിൽ സക്സസ്ഫുൾ ആവുള്ളൂ. അതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് സബ്റ്റൽ പ്രസൻറ്റേഷൻ ഓഫ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്. മിസ് നെയിം എന്താ? MK. അത് ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നിനക്ക് എൻ്റെ പേര് അറിയില്ല. MK എന്ന് ഞാൻ പറയാം, എന്താ പേരെന്ന് നീ ഒന്ന് ഗസ് ചെയ്തേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, മിസ് നെയിം എന്താ? ഇതുവരെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലേ? ഒരു ക്ലൂ തരാം, MK ഇലോബറേറ്റഡ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ആർച്ച് വുഡിൻ്റെ പ്ലേസിനെ കുറിച്ച് പറയുന്നത്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ വാട്ട് ഓൾ പോയിന്റ്സ് വിൽ യു ആഡ്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് നോക്കിയാലോ, ഇതൊരു എസ്സേ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം അല്ലേ. സോ എസ്സേ ആണെങ്കിൽ നമുക്കറിയാം 3 ഡിവൈഡ് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ബോഡി ഉണ്ടായിരിക്കണം, കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറയേണ്ടത്? മാളവിക കുമാറോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഈ കുമാറൊക്കെ എവിടുന്നാ എനിക്കറിയില്ല. ഓക്കെ, സോ Post Early for Christmas is a beautiful play by Arish Wood, unfolds as a humorous and entertaining narrative. Introduction la ഏതാണ് play? What is the name of the play? Who is the playwright? ഈ 2 കാര്യങ്ങൾ പറയുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സെൻറ്റൻസ് എന്താണോ അതും പറയുക. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ബ്യൂട്ടിഫുൾ പ്ലേ ആണ് which is written by Arish Wood and it unfolds as a humorous and entertaining narrative. വളരെയധികം entertaining ആയിട്ടുള്ള ഒരു നറേറ്റീവ് ടെക്നിക്കലാണ് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ പ്ലോട്ട് ഡെവലപ്മെന്റ് ഓഫ് ദിസ് വൺ ആക്ട് പ്ലേ ഹാപ്പൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് ജോണർ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാജഡി ആണോ, സാറ്റയർ ആണോ, കോമഡി ആണോ? എന്താണ് ഇതിൽ? ഹ്യൂമറസ് ആണ് അല്ലേ, കോമഡി ആണുള്ളത്. ഹ്യൂമറസ് ആൻഡ് എൻ്റർടൈനിങ് പ്ലേ ആണ് ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത്. ദെൻ നോട്ടബിൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ക്യാരക്ടറൈസേഷൻ. എന്ത് നല്ല രീതിയിലാണ് ഓരോ ക്യാരക്ടറിനെയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ യങ് ലേഡി അസിസ്റ്റൻ്റ് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കാമാണ്, പേഷ്യൻ്റ് ആണ്, റെസ്പോൺസിബിൾ ആണ്, ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മിസ്സസ് സ്മിത്ത് ആണെങ്കിൽ വെരി ഓക്കെ ടൈപ്പ് ക്യാരക്ടറാണ്. മറ്റേ ഇത് വരുമ്പോഴത്തേക്ക് ആരാണ്? ജോൺസ് വരുമ്പോഴത്തേക്ക് കുറച്ച് റൂട്ട്നെസ് കാണിക്കുന്നുണ്ട്. ഹ്യൂമറസ് ക്യാരക്ടേഴ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് അവരുടെ ഇടയിൽ വരുന്ന ഒരു കോൺവെർസേഷൻ, ആ ഒരു ക്യാരക്ടറൈസേഷൻ ഓഫ് ദിസ് പ്ലേ എന്ന് പറയുന്നത് വളരെയധികം റിമാർക്കബിൾ ആണ് അല്ലേ. സോ സ്ട്രോങ് ക്യാരക്ടറൈസേഷൻ ഇതിൻ്റെ ഒരു നോട്ടബിൾ ഫീച്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ വിറ്റി ഹ്യൂമർ, ഭയങ്കര കോമഡി അല്ലേ. അല്ലെങ്കിൽ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു കോൺവെർസേഷനിൽ വെർ ഇസ് യുവർ ബുക്ക് കുക്ക്, ആ ഒരു രീതിയിൽ ഐ സെഡ് ബുക്ക് യു കോൾ മീ ടെഡ്, ആ ഒരു രീതിയിൽ വരുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫ് കോൺവെർസേഷൻ, അതെന്നൊക്കെ പറയുന്നത് വിറ്റി ഹ്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ചിരി വരും. സോ അതെന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി ഓഫ് ലാംഗ്വേജും അതേപോലെ വിറ്റി ഹ്യൂമേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് തന്നെയാണ് കാണിക്കുന്നത് പ്ലേ റൈറ്റിൻ്റെ. ദെൻ ദെൻ സെറ്റിംഗ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ പഠിച്ചു? പോസ്റ്റ് ഓഫീസ് ആണ്. ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീസൺ എന്ന് പറയുന്നത് ഏതാണ്? ക്രിസ്മസ് ആണെന്നും പഠിച്ചു. ദെൻ ഓഡിയൻസ് റിയാക്ഷൻ, ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ കാണുമ്പോൾ ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ വായിക്കുമ്പോൾ റീഡേഴ്സിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ബിഗ് ലാഫ്റ്റർ ആണല്ലേ, നമുക്ക് ചിരി വരും. നല്ല കോമഡിക്കാണ് അത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും അത് വായിക്കുമ്പോൾ ചിരി വരും. ഇത്രയും ഞാൻ സസ്പെൻസ് ഇടുന്നത് എന്തിനാണ്? നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം, വായിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പിന്നെയും എടുത്ത് പറയുന്നത് കേട്ടോ. സോ ദെൻ അടുത്ത കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി ഇൻ പ്രസൻറ്റേഷൻ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിപ്പിച്ച് തന്നില്ലെങ്കിൽ പോലും ആ ടെക്സ്റ്റ് എടുത്ത് വെറുതെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അത്രയും സിമ്പിൾ ആൻഡ് സട്ടിൽ എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസ് ആണ് സിമ്പിൾ ലാംഗ്വേജിൽ കൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആര്? HR വുഡ്, ആ പേര് മറക്കരുത് കേട്ടോ. ദെൻ അപ്പീലിംഗ് പോർട്രയൽ ഓഫ് ക്യാരക്ടേഴ്സ്, അതായത് സ്ട്രോങ് ക്യാരക്ടറൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനം തന്നെയാണ്. പബ്ലിക് എക്സാം ടഫ് ആയിരിക്കുമോ? എന്തിനാ ടഫാവുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്? എല്ലാ സംഭവം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ടഫായിരിക്കുമോ ഈസി ആയിരിക്കുമോ എന്നുള്ളത്? നോർമലായിട്ട് പോയി എഴുതിയിട്ട് വരിക. തന്നിരിക്കുന്ന പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം എഴുതുന്ന ആ ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ടഫായിരിക്കുമോ ഈസി ആയിരിക്കുമോ എന്നുള്ള ടെൻഷനൊന്നും അവിടെ നമുക്ക് സ്കോപ്പില്ല. ഓക്കെ, വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. ഓക്കെ, ഈ ഒരു ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു വൺ ആക്ട് പ്ലേ ഇങ്ങനെ പഠിച്ച് കഴിയുമ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഓക്കെ ആണ്, എനിക്ക് വലിയ കുഴപ്പമില്ല. അതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അരച്ച് കലക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടഫായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ വരാൻ വി ഡോണ്ട് ഹാവ് എ റൂം ഫോർ ദാറ്റ് അല്ലേ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ടഫായിരിക്കുമോ എന്നല്ല, നമ്മൾ വേണ്ട ഡ്യൂട്ടി അതേപോലെ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ദെൻ
അടുത്ത പോയിന്റ് എന്താണ്? ദ പ്ലേ ഈസ് ഫണ്ണി ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് എവറി ഡേ സിറ്റുവേഷൻ. നമ്മൾ കേട്ടിട്ടുള്ള ഹിസ്റ്ററിയോ അല്ലെങ്കിൽ മനസ്സിലാകാത്ത വലിയ കോൺസെപ്റ്റോ ഒന്നുമല്ല. സാധാരണ ഒരു വില്ലേജ് പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന ഒരു 1 day ഈവൻ്റ് ആണ് കുറച്ച് പേജസിലായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ക്യാരക്ടേഴ്സ് ബിഹേവ് ഇൻ അമ്യൂസിങ് വേസ് മേക്കിംഗ് ദ ഓഡിയൻസ് ലാഫ്. ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ആരൊക്കെയാണ്? ഓൾഡ് ലേഡി, ഫസി ഓൾഡ് ലേഡിയും അതേപോലെ ഓൾഡ് ഡെഫ് ജെന്റിൽമാനും എത്രത്തോളം ചിരിപ്പിക്കുന്നുണ്ട് നമ്മളെ അല്ലേ? അവരുടെ ആ ഒരു കോൺവെർസേഷനും എക്സ്ചേഞ്ച് ഓഫ് കോൺവെർസേഷനും എല്ലാം. സഫ്മാൻ ഹായ് എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. വേ യു എവിടെ? 7 മണിക്ക് തുടങ്ങിയ ക്ലാസ്സിൽ 7:30 ആയപ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ട് സഫ്മാൻ എന്ത് പറ്റി? പഠിക്കണ്ടേ നമുക്ക്? ക്രിസ്മസിൻ്റെ ഹാങ് ഓവർ ഒന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? വെക്കേഷൻ മോഡൊക്കെ ഓഫ് ആക്കൂ, സ്റ്റഡി മോഡ് ഓൺ ആക്കൂ. ഇനി മുതൽ കൃത്യം 7 മണിക്ക് ഇവിടെ ലൈവിന് ഉണ്ടാവണേ, അല്ലെങ്കിൽ ക്ലാസ് മിസ്സായി പോകും. ഇറ്റ്സ് ഓക്കെ, നിങ്ങളിത് മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. ഓക്കെ, then we have the postal assistant is the only normal character. മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ചൊക്കെ ബോധമുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് തോന്നുന്നത് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആണ്. കുറച്ച് മെച്യൂർഡ് ആയിട്ടും ആ ഒരു കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് അവരെ മാത്രമാണ്. ദെൻ അതർ ക്യാരക്ടേഴ്സ് ഹാവ് ദെയർ ഓൺ ക്വിക്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ്. അവർക്ക് അവരുടേതായ മിസ്സസ് ജോൺ ആണെങ്കിലും സ്മിത്ത് ആണെങ്കിലും നമ്മുടെ ഓൾഡ് ലേഡിക്കാണെങ്കിലും മിസ്സസ് ഹിഗിങ്സിനാണെങ്കിലും അവർ ചിലവർ ഭയങ്കര സ്ട്രോങ് ആണ്, ചിലവർ ഓക്കെ ആണ്, ചിലവർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, പിന്നെ ചിലവർ കോമഡിക്കായിട്ട് മാത്രം വരുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ റോള് തന്നിട്ടുണ്ട്. ആ ഒരു ഇൻ ബിറ്റ്വീൻ ദോസ് ക്യാരക്ടേഴ്സ് ഒരു നോർമൽ ബിഹേവിയർ കാണിക്കുന്ന ഒരേ ഒരു ലേഡി എന്ന് പറയുന്നത് ഈ അസിസ്റ്റന്റ് അറ്റ് ദി പോസ്റ്റ് ഓഫീസ് ആണ്. ഓക്കെ, ശരി എന്നാന്നോ? എവിടെ പോന്നു? എവിടെയും പോകണ്ട. സഫ്മാൻ ഹായ് പറഞ്ഞു, ശരി എന്നാന്ന്. എവിടെയും പോരുത്, ഇവിടെ ഇരിക്കും. നീ അത് ഫുൾ ക്ലാസ് കേട്ടിട്ട് പോയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? The gentleman and the old fat lady contribute to the humor with their funny dialogues. അത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇവർ തമ്മിലുള്ള ഇവരുടെ ആ ഒരു എൻട്രി കൂടിയാണ് ഇതിലെ ഒരു ഹ്യൂമറസ് എലമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ ഫുൾ ഫ്ലഷ് മോഡിലേക്ക് വരുന്നതും. പിന്നെ ഈ ഒരു ടൂറിസ്റ്റ് വരുമ്പോഴത്തേക്ക് അത് എന്താണ് ശുഭം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനായി മാറുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Then the farmer creates controversies and scares everyone by talking about a time bomb. വളരെ മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പോസ്റ്റ് ഓഫീസിൽ ഇത്രയും അട്രോസിറ്റീസ് ഉണ്ടാക്കിയ ആൾ ആരാണ്? ആ ഫാമറാണ്. അയാളാണ് എവിടുന്നും ഇല്ലാത്തൊരു ന്യൂസ് പേപ്പർ കൊണ്ടുവന്നിട്ട് കണ്ടോ ബോംബ് കിട്ടി അടുത്തത് എവിടെയാണെന്നുള്ളൊരു രീതിയിൽ എല്ലാവരെയും പാനിക് ആക്കുന്ന ഒരു സാഡസ്റ്റ് മൈൻഡോടെയാണ് നമ്മുടെ ഫാമർ എത്തിയിട്ടുള്ളത്. അതും നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ. ദെൻ ദ ടൂറിസ്റ്റ് those strangers innocent and adds to the laughter. ഇതൊന്നും അറിയാതെ വരുന്ന പാവത്താനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഫോറിനർ എന്ന് പറയുന്നത്. അയാളുടെ കയ്യിലുള്ള ഗിഫ്റ്റിൻ്റെ വർത്ത് അനുസരിച്ചാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് കൺസേൺ ആകുന്നതും. അപ്പോൾ ബേസ് ലെവലിൽ ഹീ ഈസ് വെരി ഇന്നസെൻറ്റ്. പക്ഷേ ഇയാളുടെ ഈ ഇന്നസെൻസ് ആണ് നമുക്ക് പിന്നെയും ഒരു ലാഫ്റ്റർ ഉണ്ടാക്കാനായിട്ട്. ഇന്നസെൻസ് കൂടുമ്പോൾ ചിലപ്പോൾ ഒരു പൊട്ടത്തരം ഉണ്ടാവില്ലേ, ആ ഒരു സാധനമാണ് ഇവിടെ കയറി ബാക്കിയുള്ളവർ കയറി എത്തിപ്പിടിക്കുന്നത്. അതൊരു ടൈം ബോംബ്, ഒന്നുമല്ലാത്ത ഒരു ക്ലോക്ക് ഒരു ടൈം ബോംബ് ആക്കി മാറ്റുന്നതും ആ ഒരു ലെവലിലാണ്. ഓക്കെ, ദെൻ എൻ്റെ നെറ്റ് കഴിഞ്ഞു, ഞാൻ പോയി എന്ന ഡോണ്ട് ഗോ, ക്ലാസ് കഴിയാറായി, പോരുത്, ഫുൾ ചാർജ് ചെയ്തിട്ട് ഇനി ഇവിടെ കയറിയാൽ മതി. ഓക്കെ, പോരുത്, ഇപ്പം കഴിയും കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഡോണ്ട് ഗോ. സോ ക്യാരക്ടേഴ്സ് ട്രീറ്റ് നോർമൽ തിങ്സ് സീരിയസ്ലി ആഡിങ് ടു ദ ഹ്യൂമർ. അതും എങ്ങനെയാണ് വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഒരു എഫക്റ്റ് കൂട്ടിയിട്ട് കാണിച്ചാലല്ലേ അതിനൊരു എഫക്റ്റ് നമുക്ക് തോന്നുള്ളൂ അല്ലേ, ഒരു ഹ്യൂമറസ് എലമെൻറ്റ് നമുക്ക് അതിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. സോ ദാറ്റ്സ് ദ വേ ദേ ചേഞ്ച് ദിസ് നോർമൽ തിങ്സ് ഇൻ ടു എ വെരി സീരിയസ് നേച്ചർ ആൻഡ് ദാറ്റ് മേക്സ് ദിസ് വൺ ആക്ട് പ്ലേ വെരി ഹ്യൂമറസ്. ഓക്കെ, ആൻഡ് ഇൻ ദ എൻഡ് the postal assistant faces difficulties with customers and decides to quit her job. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് ഈ പാവം ഇയാൾ ഇന്നസെൻ്റ് ആണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് ദൈവമേ മതി, ഞാൻ പോവാ, ഇതിനേക്കാൾ ഭേദം ആ തൊട്ടടുത്തുള്ള ആനിമൽ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് കരുതിയിട്ട് പോകുന്ന ഫണ്ണി ആയിട്ടുള്ള ഒരു കൺക്ലൂഷനും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ബിക്കോസ് ആനിമൽസ് ഡോണ്ട് ആക്ട് ആസ് ഫൂളിഷ്ലി ആസ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു എന്താണ് നമുക്ക് വരുന്നൊരു ക്രിറ്റിസിസം ആണല്ലേ, ഹ്യൂമൻ സൊസൈറ്റിക്ക് വരുന്നൊരു ക്രിറ്റിസിസം ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഹ്യൂമൻ ബീങ്സിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആരാണ്? ആനിമൽസ് ആണ്. അവിടെ വർക്ക് ചെയ്യാനാണ് കുറച്ചെങ്കിലും ലോജിക്കുള്ളൂ എന്ന് മനസ്സിലാകുന്ന ആ ഒരു മെസ്സേജും കൂടെ തരുന്നുണ്ട്.
ഇംഗ്ലീഷ് ഉണ്ടാക്കി എഴുതാൻ എനിക്ക് കഴിയുന്നില്ല, എന്ത് ചെയ്യും? ആദിത്യൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആദിത്യൻ ചോദിച്ചെങ്കിലും ഇത് പലർക്കും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ്. ഇംഗ്ലീഷ് കഥ മനസ്സിലാകാനിട്ടല്ല, പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നതാണ്. ആൻഡ് ആസ് എ റിസൾട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടുന്നെങ്കിലും ഒരു സമ്മറി കിട്ടും, അതങ്ങോട്ട് മഗപ്പ് ചെയ്യും, അതെന്നിട്ട് ചെന്നിട്ട് എക്സാമിൽ കാണാതെ പഠിച്ചത് അതേപോലെ എഴുതി വെക്കും. ദിസ് ഈസ് നോട്ട് ദ വേ ടു ലേൺ എനി ലാംഗ്വേജ് സബ്ജക്റ്റ് കേട്ടോ. ഈ ഒരു രീതിയിലായിരിക്കരുത് നിങ്ങൾ ലാംഗ്വേജിനെ ഫേസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് എന്തോ കിട്ടാത്തൊരു സംഭവമാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. എങ്ങനെയാണോ മലയാളം അതേപോലെ സിമ്പിളായിട്ട്, മലയാളം ഒട്ടും സിമ്പിൾ അല്ല കേട്ടോ, മലയാളമാണ് എത്രയോ ടഫസ്റ്റ് ലാംഗ്വേജസ് നോക്കുകയാണെങ്കിൽ മലയാളം അതിലൊരു പ്ലേസ് ഉണ്ട്. അപ്പം അത് ഇത്രയും സുഖമായിട്ട് ഡീൽ ചെയ്യുന്ന നമുക്ക് ഇംഗ്ലീഷ് ഒന്നുമല്ല. ഇംഗ്ലീഷ് ഒന്നാമതേ എന്തോ വലിയ സംഭവമാണെന്നുള്ള ആറ്റിറ്റ്യൂഡ്, അതാണ് ആദ്യത്തെ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ മലയാളത്തിലായിരിക്കും വിചാരിക്കുക അല്ലേ, മെസ്സേജ് ആണെങ്കിലും ഒരു സെൻറ്റൻസ് ആണെങ്കിലും മലയാളത്തിലായിരിക്കും വിചാരിക്കുക, അതെന്നിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. ഡോണ്ട് എവർ ഡു ദാറ്റ്, അതൊരിക്കലും ചെയ്യരുത്. സഫ്മാൻ ഗുഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു അപ്രിസിയേഷൻ കിട്ടി. താങ്ക് യു സഫ്മാൻ. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഓക്കെ, സാത്താൻ എത്തിയിട്ടുണ്ട്. ഹായ് മിസ്സേ എന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ്സിൽ എക്സാം റിലേറ്റഡ് ക്ലാസ്സിൽ കണ്ടതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. ഒരു ചാപ്റ്റർ കഴിഞ്ഞു. വൈ ഡിഡ് യു മിസ് ദിസ് ക്ലാസ്? വേർ വർ യു? മിസ്സേ പേജ് നമ്പർ ഞാൻ ടെക്സ്റ്റ് വെച്ചിട്ടാണോ? നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ടെക്സ്റ്റ് ബുക്ക് ആണോ? ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു സ്ലൈഡല്ലേ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ആറിഷ് വുഡിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൽ ആറിഷ് വുഡിൻ്റെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള 1 ആക്ട് പ്ലേ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആദ്യത്തെ ചോദിച്ചിട്ടുള്ള ഡൗട്ട് അതിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് വഴി മാറിപ്പോയി. അപ്പോൾ എന്താ മോനെ പറഞ്ഞിട്ടുള്ളത്? മനസ്സിൽ മലയാളത്തിൽ ഓരോരോ പോയിന്റ്സ് ആലോചിച്ചിട്ട് അത് അതേപടി ഡോണ്ട് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻടു ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ട്രൈ ടു സേ, ഒരു ചാപ്റ്റർ വായിച്ചു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ആൻഡ് യു ഗൈസ് ഹേർഡ് എവറിത്തിങ് ആൻഡ് യു ഗോട്ട് ആൻ ഐഡിയ അല്ലേ, എല്ലാത്തിനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു നെക്സ്റ്റ് ഇസ് ദാറ്റ്, ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ട്രൈ യുവർ സെൽഫ്. ആരുടെ അടുത്തും വേണ്ട, ഒന്നുമില്ലെങ്കിൽ കണ്ണാടി അല്ലെങ്കിൽ അവിടെ വെറുതെ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. ഓക്കെ, സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് സെൻറ്റൻസ് ഇതിൽ നിന്ന് തന്നെ തുടങ്ങിക്കോ. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ഇസ് എ 1 ആക്ട് പ്ലേ ബൈ ആറിഷ് വുഡ്. ഇറ്റ്സ് എ ഹ്യൂമറസ് പ്ലേ. ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി അല്ലെങ്കിൽ ഓഫ് ദിസ് 1 ആക്ട് പ്ലേ ആർ എന്നൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുക. ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്യുക. ചെറിയ ലാംഗ്വേജിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി, ചെറിയ ബേസിക് സിമ്പിൾ സെൻറ്റൻസിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. അത് പറഞ്ഞ് വരുമ്പം ഇംപ്രൂവൈസ് ചെയ്ത് വരുന്നത്. കാരണം ഒരു പോയിന്റ് എക്സ്ട്രാ മിസ് ആഡ് ചെയ്യട്ടെ, ഫേക്ക് ഇറ്റ് till you make it. നിങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നത് വരെ ഒന്ന് ഫേക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഫേക്ക് ഇറ്റ് ലൈക്ക് യു ആർ വെരി ലാംഗ്വേജ് എക്സ്പേർട്സ്, യു നോ ഇംഗ്ലീഷ്, യു നോ ഐ ഡോണ്ട് നോ ABC ഓഫ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി നിർത്തിയിട്ട് യു നോ എവറിത്തിങ് അബൌട്ട് ദിസ് ലാംഗ്വേജ്, യു ആർ ലാംഗ്വേജ് എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഫേക്ക് ചെയ്യുക. കാരണം നിങ്ങൾ മാത്രമേ നിങ്ങളുടെ അടുത്തുള്ളൂ. സോ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. അങ്ങനെ കൺസേൺ അല്ലാതെ, അതിനെക്കുറിച്ച് ഓവർ കോൺഷ്യസ് അല്ലാതെ ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലായി തുടങ്ങും കേട്ടോ. ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. കോൺഷ്യസ് ആണോ അവിടെ പോകും. അത് ഒന്നാമത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം ഇസ് ദാറ്റ് ഒരുപാട് മലയാളത്തിൽ ചിന്തിച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഇരിക്കുക. പ്രത്യേകിച്ച് ദിവസം ഒരു 5 to 10 അല്ലെങ്കിൽ മാക്സിമം 15 minutes മതി. പഠിച്ചിട്ടുള്ള കാര്യം, അതിപ്പോൾ സയൻസ് ആയിക്കൊള്ളട്ടെ, കൊമേഴ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിക്കൊള്ളട്ടെ, ഈവൻ മലയാളം സ്റ്റോറീസ് ആണെങ്കിൽ പോലും say to yourself, okay, ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക. ജസ്റ്റ് 15 minutes a day ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നോക്കിയാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല മിസ് പറയുന്നത്. ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ ഹൗ യു ക്യാൻ അച്ചീവ് ദ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതിനെ കുറിച്ചാണ് മിസ് പറയുന്നത്. ഇത് ഓർത്തു വെച്ചോ, നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും ഉപകാരപ്പെടും. ഇപ്പോഴേ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, we are do it.
വി ആർ ഡു ഇറ്റ് അല്ല, വിൽ ഡു ഇറ്റ്. വി വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്യും. വി ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അയ്യോ എനിക്ക് മിസ്റ്റേക്ക് വരും, പറ്റുന്ന പണിയല്ല എന്നുള്ള രീതിയിൽ പോകരുത്. അങ്ങനെ പോയിട്ടുള്ളവൻ പഠിച്ചിട്ടില്ല. മിസ്റ്റേക്ക് വരുന്നതിന് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നേറുക. ഓക്കെ. പിന്നെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഒരു 1 month കഴിഞ്ഞിട്ട് നമ്മുടെ പബ്ലിക് എക്സാം അടുക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആദിത്യം തന്നെ എനിക്ക് ഈ ചാറ്റ് ബോക്സിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊഫഷണൽ എക്സ്പേർട്സ് ചാറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ചാറ്റ് ചെയ്യണം അബൌട്ട് ദി സമ്മറി ഓഫ് ദിസ് ചാപ്റ്റേഴ്സ് ആൻഡ് എവറിത്തിങ്. ഓക്കെ. താങ്ക് യു മിസ്. താങ്ക് യു ഡിയർ. നോ മെൻഷൻ. നമ്മുടെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് മാറിയപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആയോ? എന്താണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് മിസ്സിന് സന്തോഷം മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. മോറോവർ ഇറ്റ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷിനെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിലല്ലാതെ പിന്നെ എപ്പോഴാണ് പറയുക അല്ലേ? നമ്മുടെ ബാക്കി ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിൽ ചെന്ന് ഇംഗ്ലീഷ് ഇതാണെന്ന് പറഞ്ഞ് അവർ നമ്മളെ ഓടിക്കില്ലേ? നിങ്ങളെ ഓടിക്കില്ല, എന്നെ ഓടിക്കില്ലേ? അതുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇംഗ്ലീഷിനെ റിലേറ്റ് ചെയ്തിട്ട്, അത് സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും നിങ്ങളുടെ പോർഷൻസ് ആണെങ്കിലും, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് പെർട്ടിക്കുലർ സബ്ജക്ട്, ഫീൽ ഫ്രീ ടു ആസ്ക് അറ്റ് any time കേട്ടോ. ക്വസ്റ്റ്യൻ കമന്റിൽ കൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അറ്റ് എനി ടൈം ആൻഡ് സൂപ്പർ എക്സൈറ്റഡ് ടു ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ്. ഓക്കെ ആണല്ലോ? ആദ്യത്തിന് ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് my favorite subject English. So English is your favorite subject, Satan, and how should I pronounce your word, or what's your name? Can you just text me your name, your original name? എന്താണെന്ന് പറഞ്ഞേ. കാരണം ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്റ്റുഡൻറ്റിനെ സേത്തൻ എന്ന് വിളിക്കുന്നത്? ഒറിജിനൽ പേരെന്ന് പറയാടാ പ്ലീസ്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ടു യു. ഓക്കെ. നമുക്ക് എന്നാൽ കണ്ടിന്യൂ ചെയ്താലോ? ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ചാപ്റ്റർ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള HR വുഡിൻ്റെ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസ് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ഒരു തംസപ്പ് കാണിച്ചേ, എന്നിട്ട് വേണം അടുത്ത ക്യാരക്ടറൈസേഷനിലേക്ക് നമുക്ക് പോവാൻ. ഓക്കെ ആണോ? പറഞ്ഞു തരൂ. ഓക്കെ. എൻ്റെ കുട്ടികളൊക്കെ ഉഷാറായി വരുന്നുണ്ട്. ഒറ്റ എണ്ണത്തിനെ ക്ലാസ് തുടങ്ങിയ സമയത്ത് കണ്ടിരുന്നില്ല, പക്ഷേ ഇപ്പം നല്ല ഫോമായി വരുന്നുണ്ട്. ലേറ്റ് ആയാലും ലേറ്റസ്റ്റായി വരുവേൻ എൻ്റെ കുട്ടികൾ അല്ലേ? മൈ നെയിം ഇസ് ഭഗത്. താങ്ക് യു ഡിയർ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല സേട്ടൻ പേര് പറയുന്നത്, പക്ഷേ ഭഗത്. ഐ വിൽ ഓൾവേസ് റിമെമ്പർ യുവർ നെയിം. വെൽക്കം ഭഗത് ടു മൈ ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ. തംസപ്പ് ഒക്കെ റെഡിയായി. 1 2 3 4 5. ഒരു തംസപ്പ് ചോദിച്ചു. ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്ന പോലെ ഒരു തംസപ്പ് ചോദിച്ചു. 5 തംസപ്പുമായിട്ട് ഭഗത്ത് വന്നിട്ടുണ്ട്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ദ പ്ലേ സീൻസ് ആർ ഡ്രാമാറ്റിക്. ഇനി കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വന്നിരുന്ന ആ ഒരു ക്ലാസ്സിൽ നിന്ന് കുറച്ച് ബ്രേക്ക് എടുത്തു. ഇനി ബാക്ക് ടു സ്റ്റഡി മോഡ് പോവുകയാണ്. ദേ നോക്കിക്കേ. ദ പ്ലേ സീൻസ് ആർ ഡ്രാമാറ്റിക് ആൻഡ് മേക്ക് ഇറ്റ് മോർ എൻജോയബിൾ. വളരെ നടക്കുന്ന കാര്യമാണെന്ന് നമുക്ക് തോന്നില്ല അല്ലേ? വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലത്തെയാണ് സ്റ്റോറീസ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഡ്രാമാറ്റിക് എന്ന് പറയുന്നത്. അത്രയും ഡ്രാമാറ്റിക് ആയതുകൊണ്ടാണ് ഇതിനെ ഇത്രയും മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു 1 act പ്ലേ ആകുന്നത്. അതായത് ഹ്യൂമർ, സാറ്റയർ, കോമഡി എന്നുള്ളൊരു രീതിയിൽ വളരെയധികം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ദെൻ ക്യാരക്ടേഴ്സ് ആക്ട് ജസ്റ്റ് ലൈക്ക് റിയൽ പീപ്പിൾ മേക്കിംഗ് ദ ഓഡിയൻസ് ലൈക്ക് ദ പ്ലേ. ഇവിടെ ഡ്രാമാറ്റിക് ആണെങ്കിലും ആൾക്കാർ വളരെ നാച്ചുറൽ ആയിട്ടാണ് അവരുടെ ഡയലോഗ്സ് ആണെങ്കിലും അവർ ബിഹേവ് ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാം വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ദോ ഇറ്റ്സ് എ ഡ്രാമ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. എൻജോയ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. Then third point എന്താണ്? The sign in the post office, post early for Christmas is important and tell us to do things early to avoid problems. ഈ ഒരു മെസ്സേജ് അല്ലേ ഹൈലൈറ്റ് ചെയ്ത് തരാം. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്തോണം. ഈ അവസാന നിമിഷം വരെ കാത്തിരുന്നിട്ട് ഓരോ പൊല്ലാപ്പുകൾ ഉണ്ടാക്കി വെച്ചേക്കരുത് എന്നുള്ള ഒരു മെസ്സേജാണ് തരുന്നത്. ഇഫ് യു ഹാവ് സംതിങ് ടു ഗിവ് ഫോർ യുവർ ഡിയർ ആൻഡ് നിയർ വൺസ്, എസ്പെഷ്യലി ഡ്യൂറിങ് ദി സീസൺ അല്ലേ, ക്രിസ്മസ് സീസണിലൊക്കെ ഉണ്ടെങ്കിൽ ഡു ഇറ്റ് ഏർലി. പെട്ടെന്ന് തന്നെ ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ആൻഡ് വേസ്റ്റ് യുവർ ടൈം. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ പല പ്രശ്നങ്ങളും വരും എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. മിസ്സേ, more characters are in this drama story. Who all are the characters then? Parne, Bhagat, who all are the other characters in this play? Just text me, just comment me. Okay. The part where they think a parcel is a time bomb is interesting and well done. അല്ലേ, ടൈം ക്ലോക്ക് ആയിട്ടുള്ള ക്ലോക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർസൽ ടൈം ബോംബ് ആണെന്ന് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇതിൽ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ.
And the part where they think a parcel is a time bomb is very interesting and well done. Then overall watching the play is like seeing something nice. മൊത്തത്തിൽ ഈ ഒരു പ്ലേ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇറ്റ്സ് റിയലി ഗുഡ് അല്ലേ, ഒരു ടൈം പാസ് ആയിട്ട് കുറച്ച് കൂൾ ആവാൻ റിലാക്സ് ചെയ്ത് വായിക്കാൻ പറ്റിയ ഒരു വൺ ആക്ട് പ്ലേ ആണിത്. ആൻഡ് ആർഷ് വുഡ് ഇസ് നോൺ ഫോർ യൂസിങ് സിമ്പിൾ ലാംഗ്വേജ്. നമ്മൾ പഠിച്ചു എസ്സേ ക്വസ്റ്റ്യൻ്റെ പോയിന്റ്സ് ആയിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യനിലെ പാർട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഹി ഈസ് വെൽ നോൺ ഫോർ യൂസിങ് ദ സിമ്പിൾ ലാംഗ്വേജ്, മേക്കിംഗ് തിങ്സ് ഡ്രാമാറ്റിക് ആൻഡ് ഓൾസോ ഷോയിങ് ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ഇൻ എ ക്ലെവർ വേ. ഇത്രയും കാര്യങ്ങൾ. 10 characters are in the story. I don't want to count them. I don't want you to name those characters. എപ്പോഴാണ് ക്ലാസ് കയറിയെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. നമ്പർ ഓഫ് ദി ക്യാരക്ടേഴ്സ് അല്ല എനിക്ക് കേൾക്കേണ്ടത്, നെയിം ദോസ് ക്യാരക്ടേഴ്സ്. ഫിദ, മിസ്സേ ഈ സ്റ്റോറി അടിപൊളിയാണ്. സ്റ്റോറി അടിപൊളിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ക്യാരക്ടറിൻ്റെ നെയിം എനിക്ക് ഇപ്പം കിട്ടണം. നീ എപ്പോഴാണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫിദ എവിടെയായിരുന്നു? സമയം നോക്കിക്കേ കുഞ്ഞേ, 8 മണി ആവാറായി. 7 മണിക്ക് തുടങ്ങിയ ക്ലാസ്സാ. വാട്ട് ഹാപ്പൻ ടു യു? മുഹമ്മദ് ഷിബിൽ, ഹലോ. എവിടെയായിരുന്നു കുട്ടികളെ, നിങ്ങൾ എവിടെയായിരുന്നു? എത്ര നേരം മിസ് കാത്തിരുന്നു. അവസാനം നമ്മുടെ ആദിത്യൻ പോയോ? ആദിത്യൻ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ആദിത്യനാണ് എല്ലാം വന്ന് എനിക്കൊന്ന് സെറ്റാക്കി തന്നത്, എന്നെ ഒന്ന് ഉഷാറാക്കി തന്നത് ആദിത്യനാണ്. പുറകെ നമ്മുടെ ഭഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നിങ്ങളെല്ലാം എത്തുന്നതല്ലേ? ഐ എം സാഡ്, ഐ എം റിയലി സാഡ്, ഐ എം ആബ്സെന്റ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? സോറി മിസ്, ക്ലാസ് ഉള്ള കാര്യം അറിഞ്ഞില്ല. കൊല്ല് കൊല്ല് കൊല്ല്, എന്നെ കൊല്ല്. ഇത്രയായിട്ടും അറിഞ്ഞില്ല. ഇത്രയും വലിയ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടും അറിഞ്ഞില്ല. അപ്പം സങ്കടമായിപ്പോയി മിസ്സിന്. ഇറ്റ്സ് ഓക്കെ, ഐ എം ജസ്റ്റ് കിഡിങ്. എന്തായാലും നിങ്ങൾ എത്തിയല്ലോ. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ എത്തിയല്ലോ. എനിക്കത് മതി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടി വരുമല്ലോ, എനിക്ക് അത്രയൊന്നും അറിഞ്ഞാൽ മതി. ഓക്കെ, ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. +2 ലൈവ് 7 മണിക്ക് ഉണ്ടാവും. മിസ് ചെയ്യരുത്. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഓടി വരുമ്പോൾ ഇത്ര ലേറ്റ് ആയിട്ട് വന്നാൽ എനിക്ക് സങ്കടം വരില്ലേ? പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ എത്തിയല്ലോ. ലേറ്റ് ആയാലും നിങ്ങൾ എത്തിയല്ലോ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, എന്നാൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ, ഇവിടെ ക്യാരക്ടർ സ്കെച്ച് അസിസ്റ്റൻ്റ് ആണല്ലോ അല്ലേ ഏറ്റവും ഒരു ബാക്ക് ബോൺ ഓഫ് ദ സ്റ്റോറി എന്ന് പറയാൻ പറ്റുന്ന ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് ആണ്. അസിസ്റ്റൻ്റ് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? The main character in Post Early for Christmas is the young lady assistant. Young lady assistant ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ബാക്ക് ബോൺ ഓഫ് ദിസ് വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ അസിസ്റ്റൻ്റ് ആണ്. യങ് ലേഡി അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഷീ ഈസ് പൊളൈറ്റ്, gentle and doesn't get upset even when customers make mistakes. അല്ലേ? അവരുടെ ഡ്യൂട്ടിക്ക്, അവരുടെ ജോലിക്ക് വേണ്ടുന്ന എല്ലാം അവർ അതേപോലെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഷീ ഈസ് വെരി പൊളൈറ്റ് അല്ലേ? നമ്മുടെ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു മാൻ വന്നിട്ട് ജസ്റ്റ് തിങ്കിങ് ഇറ്റ് ആസ് എ ബിവറേജ് ഷോപ്പ്, ഹി ആസ് ഫോർ എ പൈൻറ്റ് ഓഫ് ബിയർ. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് തനിക്ക് എന്താ കണ്ണു കണ്ടുകൂടെ, ഇതെന്താ ബിയർ ഷോപ്പ് ആണോ, ഇതൊരു പോസ്റ്റ് ഓഫീസ് ആണെന്നുള്ള രീതിയിലല്ല ആര് യങ് ലേഡി അസിസ്റ്റൻ്റ് റിയാക്ട് ചെയ്യുന്നത്. പകരം ഒരു സ്റ്റാമ്പ് കളക്ഷൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ മിസ്സസ് ജോൺസ് ദേഷ്യപ്പെടുമ്പോൾ ഇറ്റ്സ് മൈ ബിസിനസ്, ഇറ്റ്സ് മൈ അഫെയർ, ഡോണ്ട് ഇന്റർഫിയർ ഇൻ ടു ഇറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയും ദേഷ്യപ്പെടുന്നില്ല, സങ്കടം വരുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അതേപോലെ പൊളൈറ്റ്, ജെന്റിൽ, റിയാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാലും സങ്കടപ്പെടേണ്ട അവസ്ഥ വന്നാലും അതിലൊന്നും വീണു പോകാതെ വളരെ കാം ആൻഡ് ക്വൈറ്റ് പൊളൈറ്റ് ആയിട്ട് പോകുന്ന മെയിൻ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ യങ് ലേഡി അസിസ്റ്റന്റ് ആണ്. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഐ ടോൾഡ് യു ദാറ്റ് ഷീ ഈസ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ. എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ യങ് ലേഡി അസിസ്റ്റന്റ് ആണെന്ന് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു. അസിസ്റ്റന്റ്, ബേർട്ടി, ഓൾഡ് ലേഡി, ജെന്റിൽമാൻ. മുഹമ്മദ് ഷിബിലിൻ്റെ അടുത്തല്ല, ഞാൻ ഭഗത്തിൻ്റെ അടുത്തല്ലേ ചോദിച്ചത് ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്നുള്ളത്. young lady and assistant, Mrs. Smith Jones, a deaf old gentleman, farmer, fussy old lady. ഒരു മിനിറ്റ്, നമ്മുടെ ഭാഗത്ത് ഞാൻ 10 ക്യാരക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പം വളരെ കൃത്യമായിട്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അവന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്ലൈഡ് ഒന്ന് പുറകിലോട്ട് പോവുകയാണെ. പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. നോക്കിക്കേ ഭഗത്തേ, എന്തെങ്കിലും പറയാനുണ്ടോ? കാണുന്നുണ്ടോ?
a young lady assistant, Mrs. Smith, Mrs. Jones, a deaf old gentleman, a farmer, a fussy old lady, Mrs. Higgins, Bertie her son, a foreign tourist, policeman. ഞാനേ കൃത്യം 7 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നീ ലേറ്റ് ആയത് എൻ്റെ തെറ്റല്ല, ഓക്കെ? പക്ഷേ ഇനി മുതൽ കൃത്യം 7 മണിക്ക് കയറിക്കോണം കേട്ടോ, മിസ്സാവരുത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് കൗണ്ട് അല്ല വേണ്ടത്, പേരാണ് വേണ്ടതെന്ന്. അത് കൃത്യമായിട്ട് പറയുമ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് സമയം കളയാനില്ല, പോവാം. നിനക്ക് ഭഗത്തിന് വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ ബാക്കി കുട്ടികളും ഈ സ്ലൈഡ്സ് ഇപ്പം പിന്നെയും മാറ്റുന്നത് കേട്ടോ. ഓർമ്മ വേണം, ഓർമ്മ. സോ അസിസ്റ്റൻറ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് പറഞ്ഞത്. മെയിൻ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു. ഷീ ഈസ് പൊളൈറ്റ്, ജെന്റിൽ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ പീപ്പിൾ ഓഫൻ കൺഫ്യൂസ് ഹർ പോസ്റ്റ് ഓഫീസ് ഫോർ അതർ പ്ലേസസ് ബട്ട് ഷീ ഹാൻഡിൽ ഇറ്റ് കാംലി. എല്ലാവരും അല്ലേ, നമ്മുടെ ചിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലവരും തെറ്റിദ്ധരിച്ച് വരുന്ന പോലെ നമുക്ക് ഈ ഒരു സ്റ്റോറി വായിക്കുമ്പം തോന്നും. പക്ഷെ അതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻ എ കാം വേ ആണ് യങ് അസിസ്റ്റൻറ്റ് ഡീൽ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. She believes in posting early for Christmas and is punctual in her work. എല്ലാവരും നല്ലൊരു മെസ്സേജ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് ക്രിസ്മസ്, എസ്പെഷ്യലി ക്രിസ്മസ് ടൈമിൽ ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ വലിയ റഷായി മാറും. ആ ഒരു റഷ് ചിലപ്പം എന്താണ്, പ്രോഡക്റ്റിൻ്റെ ആ ഒരു വാല്യൂവിനെ വരെ കുറയ്ക്കും, എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലോ. സോ ഡു ഇറ്റ് ഏർലി എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് വെരി പങ്ക്ച്വൽ ഇൻ ഹർ വർക്ക്. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു യങ് ലേഡി അസിസ്റ്റൻ്റ് ആണ്. ആൻഡ് ഷീ കെയർസ് അബൌട്ട് ഹർ കസ്റ്റമേഴ്സ് ആൻഡ് ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ എനി പ്രോബ്ലംസ്. ഈ വന്ന് ചോദിക്കുന്നില്ല, എത്ര വട്ടമാണ് ചോദിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ അതെല്ലാം വളരെ കാമായിട്ട് എത്ര വട്ടം ചോദിച്ചാലും ശരി, അതിൽ ദേഷ്യപ്പെടാതെ ക്ലിയർ ആയിട്ട് പോകുന്ന ആ ഒരു ലേഡിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് when a customer's parcel gets damaged, she feels responsible and decides to leave her job. ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഇത്രയും നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് വന്നിരുന്ന ആൾ അവസാന നിമിഷം ഫോറിനറിൻ്റെ ഈ ഒരു ക്ലോക്ക് അവരുടെ മിസ്റ്റേക്ക് കൊണ്ട്, അവർ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്തല്ലോ എന്നുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് വന്നിട്ടുള്ള ഒരു ഇത് കാരണം ഷീ ലീവ്സ് ദാറ്റ് ജോബ് ആൻഡ് ഈവൻ ജോയിൻസ് അറ്റ് ആൻ ആനിമൽ ഡിസ്പെൻസറി. അല്ലേ, അതൊക്കെ കുറച്ച് ഹ്യൂമറസ് എലമെൻറ്റ്സ് കൂട്ടുകയും ചെയ്യും, അതേപോലെ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? Tomorrow I will come in sharp time, on time. Okay, you should be here on time. And when a customer's parcel gets damaged, she feels responsible and decides to leave her job. The assistant's character is important and memorable in the play. ബാക്കി ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ആയിട്ട് ആരെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും? ഓൾഡ് ഡെഫ് ജെന്റിൽമാനെ എടുക്കാം, അതേപോലെ ഓൾഡ് ഫസ്റ്റ് ലേഡിയെ എടുക്കാം, അവരെയൊക്കെ എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഈവൻ ദ ക്യാരക്ടർ ഓഫ് ടൂറിസ്റ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ദ ഫേം ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് മെമ്മറബിൾ ഇൻ ദ പ്ലേ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരുടെ ക്യാരക്ടർ സ്കെച്ചാണ്? അസിസ്റ്റന്റിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് അല്ലേ? ഓക്കെ, അപ്പോൾ സെറ്റായല്ലോ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും മാത്രമേ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ക്രിസ്മസ് തന്നെ ആയതുകൊണ്ട് ഒരു ക്രിസ്മസ് പപ്പ തന്നെ വന്നിട്ട് നിങ്ങൾക്കൊരു ബൈ പറയട്ടെ. സോ ഇന്ന് നമ്മൾ പഠിച്ച ചാപ്റ്റർ ഏതാണ്? വൺ ആക്ട് പ്ലേ ആണ്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ആണ്. ബൈ HR വുഡ് അല്ലേ ആണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു പ്ലേ ആണ്. മെയിൻലി ഇത്ര ക്യാരക്ടേഴ്സ് ആണുള്ളത്. ആ ഒരു 1 day ഈവൻറ്റ് പോസ്റ്റ് ഓഫീസ്, വില്ലേജ് പോസ്റ്റ് ഓഫീസിൽ ക്രിസ്മസ് ടൈമിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഇസ് എ ഫണ്ണി തിങ് അല്ലേ? വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു സ്റ്റോറി അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആദിത്യൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാളെ ഏതാ സബ്ജക്റ്റ്? ഇതാ സബ്ജക്റ്റ് ഒക്കെ ഇപ്പം വന്ന് ചെയ്യാട്ടോ, ഇപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ സോ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ ആയിരുന്നല്ലോ ഈ ഒരു ചാപ്റ്റർ. ഇനി കമ്മിങ് ഡേയ്സിലും ഇതേപോലെ നമ്മുടെ ബാക്കി ലെസൺസും ബാക്കി പിന്നീട് റിവിഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. 7:30, 7:45, 7:50 എന്നുള്ള ടൈമിലല്ല, ഷാർപ്പ് 7 എപ്പോഴാണോ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ക്ലാസ് മിസ്സാക്കരുത്. കാരണം വി ഡോണ്ട് ഹാവ് ടൈം അല്ലേ, നമുക്ക് ഒരുപാട് സമയമൊന്നും ഇല്ല. ഇങ്ങനെ സമയം അടുത്ത് കഴിഞ്ഞു എക്സാമിന് വേണ്ടിയിട്ട്. സോ ഗെറ്റ് റെഡി അല്ലേ, എല്ലാത്തിനും വേണ്ടി വളരെയധികം റെഡി ആയിട്ടിരിക്കുക. ബി പങ്ക്ച്വൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതുപോലുള്ള ടോപ്പിക്സുമായിട്ട് കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ, ഈ ക്ലാസ് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ കേട്ടോ. എന്നാലല്ലേ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ പല കമൻസും ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അത് കൂടുതൽ കാണണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ കേൾക്കണമെങ്കിൽ എനിക്ക് ആ കമൻറ്റ് സെക്ഷനിലേക്ക് പോകണം. സോ പ്ലീസ് ഡു ലെറ്റ് മീ നോ അബൌട്ട് ഇറ്റ്. സോ നമുക്ക് ഇനിയും കാണാം. ബൈ, ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ. പോയി അടിച്ചു പൊളിക്കൂ കേട്ടോ. ഗുഡ് നൈറ്റ്, ബൈ.